ആദ്യത്തെ കവിൾ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. മദ്യാസക്തരായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കി വെക്കേണ്ട ആദ്യത്തെ കാര്യമാണ് ഇത്. നമ്മൾ കഴിഞ്ഞ തവണ എന്തുകൊണ്ടാണ് മദ്യപിക്കാതിരിക്കണം എന്ന് പറയുന്നത്? നമ്മൾ മദ്യപിക്കുന്നതിനെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്, മദ്യപിക്കാതിരിക്കുന്നതിനെ കുറിച്ചാണ്. സുബോധ ജീവിതത്തെ മുഴുവൻ ചർച്ച ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ്. എങ്ങനെ മദ്യപിക്കാതിരിക്കാം, മദ്യപിക്കുന്നതിനെ കുറിച്ചാണ്. മീറ്റിങ്ങിൽ പോയാലും ചിലപ്പോൾ ഷെയറിംഗ് ഒക്കെ കേൾക്കുന്നത് മദ്യപിച്ചതിനെ കുറിച്ചാണ്. മദ്യപിക്കാതിരിക്കുന്നതിനെ കുറിച്ചാണ് കൂടുതൽ ഷെയറിങ് ശരിക്കും വേണ്ടതെന്ന് എൻ്റെ ഒരു അഭിപ്രായമുള്ളത്. പലപ്പോഴും അത് കിട്ടാറില്ല. എങ്ങനെ മദ്യപിക്കാതിരിക്കുന്നു, നമുക്ക് അറിയേണ്ടതും അത് തന്നെയാണ്, എങ്ങനെ മദ്യപിക്കാതിരിക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് ആദ്യത്തെ കവിൾ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാം. ശരിക്കും ഒരു മദ്യാസക്തൻ രക്ഷപ്പെടുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്, അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്ന് പറയുന്നത് ഞാനൊരു മദ്യാസക്ത രോഗിയാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ്. ആ വാക്ക്, മദ്യാസക്ത രോഗി എന്നുള്ള വാക്ക് കേട്ട അന്ന് മുതലേ എൻ്റെ മനസ്സിലൊരു സംശയം ഇങ്ങനെ വന്നത് എന്താണെന്ന് വെച്ചാല്, രോഗം എന്ന് പറയുന്നതിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. എന്താണ് രോഗം എന്ന്? രോഗം ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ചികിത്സിച്ച് സുഖമാക്കാവുന്നതുണ്ട്, സുഖമാക്കാൻ പറ്റാത്ത രോഗങ്ങളും ഉണ്ട്. പക്ഷെ ഈ സംഗതി ഇത് മദ്യാസക്ത രോഗത്തിന്റെ പട്ടികയിൽ പെടുത്തിയപ്പോൾ മദ്യപിക്കാതെ എത്രയോ ദിവസം നമ്മൾ നിന്നപ്പോൾ അന്നൊന്നും ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. എത്രയോ കാലം നോമ്പെടുത്ത സമയത്ത് ആരോടും ഒരു പ്രശ്നമില്ലാതെ സുഖമായിട്ട് നടക്കുന്നു, ജീവിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. മദ്യപിക്കാതിരിക്കുമ്പോൾ ഒരു രോഗം ഉള്ളപ്പോ അങ്ങനെ എങ്ങനെ ചെയ്യാം? അപ്പൊ അതുകൊണ്ട് ഈ രോഗം എന്നുള്ള പട്ടികയിൽ ആണോ ഇത്, അല്ലെങ്കിൽ ഞാൻ ആ രോഗിയാണോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ എനിക്കും നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ബിഗ് ബുക്കിൽ പടികളിൽ 12 ഒന്നാം പടിയിൽ പറഞ്ഞ 1-2 വാക്യങ്ങളാണ് എന്നെ വല്ലാതെ അങ്ങോട്ട് സ്പർശിച്ച ഒരു സംഗതി. അപ്പോഴാണ് ശരിക്കും എന്താണ് എൻ്റെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായത്. എൻ്റെ ശരീരം ഈ മദ്യത്തിനോട് ഒരു അലർജി കാണിക്കുന്നു. അലർജി പലതരത്തിലാണ് ഉണ്ടാവുക. ചിലത് ചൊറിച്ചിലായിരിക്കും, ചിലത് ഛർദിയാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു സംഗതിയാണ് അലർജി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഈ പൊടിയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ചൊറിച്ചിലുണ്ടാവും, ചേനയൊക്കെ ചെത്തിയാൽ പൊള്ളും, ചില സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ, അലർജിയുള്ള സാധനങ്ങൾ കഴിച്ചാൽ ഛർദിക്കും. ഈ മദ്യവും അതേപോലെ തന്നെ അലർജിയാണ്. ഈ അലർജിയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ, ഈ മദ്യം അകത്ത് ചെന്നാൽ പിന്നെയും വേണമെന്ന് ശരീരം ആവശ്യപ്പെടും. അതാണ് ഇതിന്റെ അലർജി. 1-2 പെഗ് കഴിച്ച് നിർത്താമെന്ന് വിചാരിച്ചിട്ടാണ് ബാറിലേക്ക് പോകുന്നത്. പക്ഷെ പിന്നെയും കുടിക്കണം എന്ന് തോന്നും. എന്നാലോ ആദ്യം കുടിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു, കുറച്ച് ചെന്നാലേ ഈ കുഴപ്പമുള്ളൂ. അതാണ് ആദ്യത്തെ കവിൾ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞതിന്റെ സൂത്രവാക്യം. ഈ മദ്യം എൻ്റെ ശരീരത്തിന് യോജിക്കുന്നതല്ല എന്ന ഒരു തിരിച്ചറിവാണ്. അതിന് രോഗം എന്ന പട്ടികയിൽ പെടുത്തിയാലും അലർജി എന്ന പട്ടികയിൽ പെടുത്തിയാലും കുഴപ്പമില്ല. ഇതാണ് ഞാൻ തിരിച്ചറിയേണ്ടത്. എനിക്കത് പറ്റില്ല, എൻ്റെ ശരീരത്തിനത് പറ്റില്ല. ആദ്യത്തെ കവിൾ മദ്യം കഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പൂസാകില്ല എന്നതും, ഒരു കവിൾ മദ്യം ധാരാളം എന്നാൽ 20 എണ്ണം ഒട്ടും മതി വരാത്തതും എന്നതും സാധാരണയായി കേൾക്കുന്ന പ്രയോഗങ്ങളാണ്. ആദ്യത്തെ കവിൾ കഴിച്ചപ്പോഴാണല്ലോ പൂസായത്. എന്നാല് എത്ര കഴിച്ചാലും തികയാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ മിക്കവാറും ആദ്യം കുടിച്ചു തുടങ്ങിയപ്പോൾ 1-2 പെഗിൽ കൂടുതൽ മദ്യം കുടിച്ചിരുന്നില്ല. ഇന്നും ഞാൻ ഒരു സ്ഥലത്ത് പോയി ചോദിച്ചതാണ്. ആദ്യത്തെ കുടി എന്ന് പറയുന്നത് 1, 1.5, 2 പെഗാണ് കുടിച്ചിട്ടുള്ളത്. അതാണ് ആ കുടിച്ചപ്പോൾ കിട്ടിയ ഒരു വലിയ ഒരു അനുഭൂതിയുണ്ട്, ഒരു ഉന്മാദാവസ്ഥയുണ്ട്.
ഒരു കിക്ക് എന്ന് പറയും, കിക്ക്, തലയ്ക്ക് പിടിച്ചു, അല്ലെങ്കിൽ പൂസായി, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ ഒന്നരയോ പെഗ് കഴിക്കുന്ന സമയത്ത് തലയ്ക്ക് പിടിച്ചു. ആ സമയത്ത് ഭയങ്കരമായ എനർജി ഉണ്ടാവുകയും സന്തോഷം ഉണ്ടാവുകയും എല്ലാം ചെയ്ത് ഒരു അനുഭവം നമുക്കുള്ളത് കൊണ്ട് ആ 2 പെഗ് കഴിക്കാൻ വീണ്ടും നമ്മൾ ആഗ്രഹിച്ചു. കാരണം അതൊരു വേറെ ഒരു ലെവലാണ്. ഈ ഇരിക്കുന്ന ഞാനല്ല ഒരു 2 പെഗ് കഴിച്ചപ്പോൾ കാണിച്ചത്. കാരണം ഇപ്പോൾ പോവേണ്ടടുത്ത് പോവാനും ചെയ്യേണ്ടത് ചെയ്യാനും എക്സ്ട്രാ എനർജി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ എക്സ്ട്രാ എനർജി കിട്ടുന്ന ഒരു സാധനമായിട്ട് മദ്യത്തെ കൂട്ടുപിടിച്ചു. അങ്ങനെ എക്സ്ട്രാ എനർജി വേണ്ട സമയത്തൊക്കെ എന്തൊക്കെയാണോ എപ്പോഴൊക്കെയാണോ വേണ്ടത് ആ സമയത്തൊക്കെ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് ഒരു എക്സ്ട്രാ സന്തോഷം വരണം. സാധാരണ നിലയിലുള്ളതിനേക്കാൾ കുറച്ചും കൂടി ഉയർന്ന നിലയിൽ സന്തോഷം വരേണ്ട സമയങ്ങളിലെല്ലാം ഈ മദ്യത്തെ കൂട്ടുപിടിച്ചു. യാത്ര പോകുമ്പോഴ്, കല്യാണം നടക്കുമ്പോഴ്, വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പോഴ്, വിഷമം വരുമ്പോഴ്, സങ്കടം വരുമ്പോഴ്, ദേഷ്യം വരുമ്പോഴ് തുടങ്ങിയിട്ടുള്ള എനർജി എപ്പോഴാണോ താഴ്ന്നു പോകുന്നത് ആ സമയത്തൊക്കെ ഈ ഒരു എനർജി ബൂസ്റ്റർ ആയിട്ടുള്ള ഈ മദ്യത്തെ ഉപയോഗിച്ചിരുന്നു. ആ സമയത്തൊക്കെ കുറച്ചൊക്കെ എനർജി കിട്ടുകയും ചെയ്തിരുന്നു. 2 3 കഴിച്ചപ്പോൾ എനർജി കിട്ടിയിരുന്നു. അങ്ങനെയാണ് നമ്മൾ ആദ്യം കുടിക്കാനും അതുകൊണ്ടാണ് നമുക്ക് ഇതിനോടൊരു ഇഷ്ടം വരാൻ കാരണവും. കാരണം ഒരു കൂടുതൽ നമുക്ക് ജോലി നന്നായി ചെയ്യാൻ പറ്റുന്നു, യാത്ര നന്നായി ചെയ്യാൻ പറ്റുന്നു, ഉറങ്ങാതിരിക്കാൻ പറ്റുന്നു, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു. എല്ലാ സംഗതികളും വളരെ സാധാരണയേക്കാൾ കൂടുതൽ ഭംഗിയായി ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് വീണ്ടും ഇത് കുടിക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിച്ചത്. പക്ഷേ ആ അവസ്ഥ നമ്മളിൽ നിന്ന് വിട്ടകന്നു പോയത് നമ്മളിൽ പലരും അറിയാതെ പോയി എന്നുള്ളതാണ്. അത് ശരിക്കും വിട്ടകന്നപ്പോ നമ്മൾ ചെയ്ത പണി ഇതാണ്. പക്ഷെ ക്രമേണ നമ്മൾ പെഗ്ഗുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. പിന്നെ തുടർന്നുള്ള വർഷങ്ങളിൽ കഴിക്കുന്ന മദ്യത്തിന്റെ അളവ് കൂടി വരികയും നമ്മൾ ചില ലഹരിക്ക് അടിപ്പെട്ട് ആ നിലയിൽ തുടരുകയും ചെയ്തു. ഒരുപക്ഷെ നമ്മളുടെ ഉന്മാദാവസ്ഥ സംസാരത്തിലോ നടപ്പിലോ പ്രകടമായിരുന്നില്ല എങ്കിലും നമ്മൾ ഈ കാലയളവിൽ ഒരിക്കലും സുബോധവാന്മാരായിരുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണിത്. ഈ ഒരു 1 2 പെഗ് കഴിച്ചപ്പോൾ ആ കിട്ടിയിട്ടുള്ള ആ ഒരു ഉന്മാദാവസ്ഥ, ആ ഒരു എന്താ പറയാ എക്സ്ട്രാ എനർജി പിന്നീട് കിട്ടുന്നില്ല. അപ്പൊ കിട്ടുമെന്നുള്ള കാര്യത്തില് എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഇത് വേറെ ആരും പറഞ്ഞു തന്നിട്ടല്ല, എൻ്റെ അനുഭവമാണ്. ഞാനിത് നേരത്തെ കുടിച്ചപ്പോൾ എനിക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് കിട്ടാത്തതിന്റെ കാരണം തിരക്കിയപ്പോ ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോ അളവ് കുറഞ്ഞിട്ടാവാൻ ചിലപ്പോൾ അങ്ങനെ ഒരു പെഗ് കൂടെ കൂട്ടി അടിച്ചു നോക്കുക. അങ്ങനെ അത് ചെയ്ത് നോക്കിയാ എന്നിട്ടും കിട്ടാതെ വന്നപ്പോൾ പെഗ്ഗുകൾ എണ്ണം കൂട്ടി നോക്കി. എന്നിട്ടും ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു ഉന്മാദാവസ്ഥ കിട്ടാതെ വന്നപ്പോൾ ബ്രാൻഡ് മാറ്റി നോക്കി. ആ ബ്രാൻഡ് കഴിച്ചിട്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ആ ഉന്മാദാവസ്ഥ കിട്ടാത്തത്. അതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഗവേഷണം നടത്തി, നമ്മൾ ഭയങ്കര ഗവേഷകരാണല്ലോ, ഗവേഷണം നടത്തി നിറഞ്ഞ വയറിൽ കഴിച്ചിട്ടായിരിക്കും ചിലപ്പോൾ കിട്ടാത്തത്. അങ്ങനെയാണെങ്കിൽ വെറും വയറ്റിൽ കഴിക്കുക, എന്നിട്ട് ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കഴിക്കുക. അപ്പോൾ കുറച്ചും കൂടി പൂസ് കിട്ടും, പൂസാവും എന്ന ലെവലില് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തി നോക്കി. ഈ ഗവേഷണം നടത്താൻ കാരണം ഇത് കഴിച്ചാൽ കിട്ടുന്ന ഒരു കിക്ക്, ഒരു തരിപ്പ്, ഒരു പൂസ് എനിക്ക് കിട്ടുമെന്നുള്ള എനിക്കറിയാം. പക്ഷെ അത് കിട്ടുന്നില്ല. കിട്ടാത്തതിന്റെ കാരണമാണ് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഓരോരോ പരീക്ഷണങ്ങൾ നടത്തുന്നത്. അങ്ങനെയാണ് ഇത് 1 പെഗ്, 2 പെഗ്, 3 പെഗ് എന്നുള്ളത് 4, 5, 6, 7ലേക്കും ഒക്കെ അങ്ങോട്ട് ഉയർന്നു പോയത്. പിന്നെ പൈന്റിലേക്കും 500ലേക്കും ഒക്കെ മാറിപ്പോയതിന്റെ കാരണം ഇത് കിട്ടും എന്ന് വിചാരിച്ചിട്ടാ. യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു വലിയ ഒരു ഇത് നമ്മൾ അറിയാതെ പോയി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ആദ്യം കഴിച്ചപ്പോൾ ഈ പൂസ് അല്ലെങ്കിൽ കിക്ക് വന്നതെന്നും പിന്നെ കഴിക്കുമ്പോൾ അതേ അളവിൽ കഴിക്കുമ്പോൾ പൂസ് വരാത്തത് എന്താണെന്നും ആലോചിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടുമില്ല. ഇത് ആദ്യ കാലത്ത് കഴിച്ചപ്പോൾ ഇത് നമ്മുടെ തലയിൽ നല്ല പോലെ ഡോപ്പാമിൻ ഉൽപ്പാദിപ്പിച്ചിരുന്നു, നല്ല ഹൈ ഡോസിൽ ഉൽപ്പാദിപ്പിച്ചിരുന്നു. പക്ഷേ ഈ
ഉൽപാദനം രാസവസ്തു മുഖാന്തരം ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് പിന്നീട് ഇതേ രാസവസ്തു കൊണ്ട് ഈ ഡോപ്പാമിൻ ഉൽപ്പാദിപ്പിക്കുന്ന പരിപാടി നമ്മുടെ തലച്ചോറിൽ നടക്കാതെ പോയി എന്നുള്ള വിവരം നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് ഇത് പൂസാവാതെ പോയത്. യഥാർത്ഥത്തിൽ തലയിൽ ഉണ്ടാവുന്ന ആ ആദ്യത്തെ 2 പെഗ് അടിച്ചപ്പോൾ തലയിൽ ഉണ്ടാവുന്ന ആ ഒരു കിക്ക്, ആ കിക്ക് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ എനർജിയാണ്. ഭയങ്കരമായ എന്താ പറയാ, ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള ഈ ഡോപ്പാമിൻ വളരെ ഹൈ ഡോസിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടും ഭയങ്കര കണക്ഷൻ വരുന്നത് കൊണ്ടും പെട്ടെന്ന് നമുക്ക് ഈ കിക്ക് ഫീൽ ചെയ്യാം. പക്ഷെ പിന്നീട് ഈ ഡോപ്പാമിന്റെ ഉൽപാദനം കുറയുകയാണ് ചെയ്യുന്നത്, അതുണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് ഈ കിക്ക് വരാത്തത്. പക്ഷെ നമ്മൾ വിചാരിച്ചത് അളവ് കുറഞ്ഞുകൊണ്ടാണ്. അപ്പൊ നമ്മൾ അളവ് കൂട്ടി നോക്കുന്നു, ഈ പറഞ്ഞ പോലെ ബ്രാൻഡ് മാറ്റി നോക്കുന്നു, ബാറ് മാറ്റി നോക്കുന്നു, അതേപോലെ ഭക്ഷണം കഴിക്കാതെ ഒക്കെ കഴിച്ചു നോക്കുന്നൊക്കെ. എന്നാലും ഈ പറഞ്ഞ ഡോപ്പാമിന്റെ ഉൽപാദനം നടക്കുന്നില്ല. ഈ വസ്തു കൊണ്ട് നമ്മുടെ ഡോപ്പാമിന്റെ ഉൽപാദനം നടക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടി നടക്കുന്നുണ്ട്. ഈ മദ്യം അകത്ത് ചെന്ന് കഴിയുമ്പോൾ നമ്മളുടെ നാഡീ ഞരമ്പുകള്, നെർവസ് സിസ്റ്റം കംപ്ലീറ്റ് വീക്കാവും. അതേപോലെ ബ്രെയിന് വീക്കാവുന്നു. അതുകൊണ്ട് തന്നെ ബ്രെയിനും നെർവസ് സിസ്റ്റവും വീക്കാവുന്നതുകൊണ്ട് ചിന്തകൾ വീക്കാവുന്നു. അപ്പൊ ശരിയായി ചിന്തിക്കാൻ പറ്റാതെ വരുന്നു, ശരിയായി നേരെ നിൽക്കാൻ പറ്റാതെ വരുന്നു, ശരിയായി ചിന്തിക്കാൻ പറ്റാതെ വരുന്നു. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ സുബോധാവസ്ഥ നഷ്ടപ്പെടുക ചെയ്യുന്നത്. നേരത്തെ കഴിച്ചപ്പോൾ കിട്ടിയിരുന്നത് പൂസായിരുന്നെങ്കിൽ ഇപ്പോ കഴിക്കുമ്പോൾ കിട്ടുന്നത് പൂസല്ല, മറിച്ച് നമ്മളുടെ നെർവസ് സിസ്റ്റം മുഴുവനും ആവുകയാണ് കൂടുതൽ 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 കുടിച്ചിട്ട്. എന്നാൽ ആ കിക്കോ പൂസോ ഒരിക്കലും പിന്നെ വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഉന്മാദാവസ്ഥ, അതുകൊണ്ട് നമുക്ക് ഈ പൂസ് ആയിട്ട് നമ്മൾ വർത്താനം പറയുന്നില്ല. 2 പെഗ് അടിച്ചപ്പോ നമ്മള് കാര്യങ്ങൾ വർത്താനം പറഞ്ഞപ്പോ നാവ് കുഴയുക, ഒരു പൂസാവുക എന്നുള്ള സംഗതിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഈ അളവ് കൂടിക്കഴിഞ്ഞപ്പോ ഈ പൂസ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉന്മാദാവസ്ഥ വരുന്നില്ല. അത് സംസാരത്തിലും ഉണ്ടാവില്ല, നടപ്പിലും ഒന്നും ഉണ്ടാവില്ല, കാര്യങ്ങൾ ചെയ്യുന്നതിലും ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ആ സമയവും സംഭവിച്ചത് അയാളുടെ നെർവസ് സിസ്റ്റം എങ്കിലും മുഴുവൻ തകരാറിലാവുകയും സുബോധം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. മദ്യപാനം വളരെയധികം അലട്ടുകയാണെങ്കിൽ അതിന് മാർഗം എന്ന് പറയുന്നത്, മദ്യപാനം വളരെയധികം അലട്ടുകയാണെങ്കിൽ നമ്മൾ കുടിക്കുന്ന അളവ് കുറയ്ക്കുകയോ, ഇനി ഈ പറഞ്ഞ ആൾക്കാര് ഈ നെർവസ് സിസ്റ്റം തകരാറിലായാല് എന്താ പറയാ, സുബോധം തകരാറിലാവുമ്പോൾ ചെയ്യാൻ ചില പരീക്ഷണങ്ങളൊക്കെ ചെയ്തു നോക്കി. കുടിക്കുന്ന അളവ് കുറയ്ക്കുക, 1-2 പെഗിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ വീര്യമുള്ള മദ്യത്തിൽ നിന്ന് ബിയറിലേക്കോ വൈനിലേക്കോ ഒക്കെ മാറുക. അപ്പൊ ആപൽക്കരമായ ഈ അവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കുടിക്കുന്ന മദ്യത്തിന്റെ അളവ് കുറയ്ക്കുക, അല്ലെങ്കിൽ ഞാൻ ഇത്ര കുടിച്ചു എന്നുള്ള വിവരം ആരോടും പറയാതിരിക്കുക. ആദ്യമൊക്കെ ആദ്യം കുടിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ 4 എണ്ണം കഴിച്ചു എന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാര് ഈ ഒരു അവസ്ഥ വിട്ട് അളവ് കൂടി കഴിഞ്ഞപ്പോ പിന്നെ കുറച്ച് പറയാൻ തുടങ്ങി. ഞാൻ എത്ര കഴിച്ചത്? ഞാൻ 2 പെഗ് കഴിച്ചിട്ടുള്ളൂ, ഞാൻ 1 പെഗ് കഴിച്ചിട്ടുള്ളൂ. മണക്കുന്നുണ്ടല്ലോ ഏതായാലും, അതുകൊണ്ട് അറിയുമെന്നുള്ള അറിയാം, വേറെ ആൾക്ക് അറിയാമെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 1 പെഗ് കഴിച്ചിട്ടുള്ളൂ. ശരിക്കും ഞാൻ 5-6 പെഗ് കഴിച്ചിട്ടുണ്ടാവും. കാരണം 5-6 പെഗ് കഴിച്ചതിന്റെ ഒരു ലക്ഷണവും ഇയാളിൽ കാണുകയില്ല. ഇയാൾക്ക് ഒരു ഉന്മാദാവസ്ഥയും ഇല്ല. പക്ഷെ ഇയാള് അല്പം തളർന്നിട്ടുണ്ടാവും. ആ തളരാൻ കാരണം ഈ പറഞ്ഞ ഡോപ്പാമിന്റെ ഉൽപാദനം നടക്കാത്തത് കൊണ്ടും നെർവസ് സിസ്റ്റത്തിനെ തകരാറിലാക്കിയത് കൊണ്ടാണ്. പക്ഷെ ഈ നടപടികളെല്ലാം കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായി. ഇങ്ങനെ ഈ കുറച്ച് വന്നപ്പോൾ ബുദ്ധിമുട്ടായി. വല്ലപ്പോഴുമെങ്കിലും നമ്മൾ പൂർണ്ണമായും മദ്യപിക്കാതിരിക്കുകയും അങ്ങനെ കുറച്ചു കാലം തുടരുകയും ചെയ്തു. എന്നിട്ട് വീണ്ടും പരീക്ഷണമാണ്, കുറച്ചു കാലം കുടിക്കാതിരിക്കുക, പിന്നെ കുടിക്കുക, അതൊക്കെ ചെയ്തു നോക്കി. ആ ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ട് കുറെ കാലം കുടിക്കാതിരുന്ന് നോക്കി.
ഒടുവിൽ നമ്മൾ വീണ്ടും മദ്യത്തിലേക്ക് മടങ്ങി വരികയാണ്. വീണ്ടും മദ്യപിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാല്, ഈ മദ്യപിച്ചു കഴിഞ്ഞാൽ ഈ സുഖകരമായ ഒരവസ്ഥ കിട്ടുമെന്നുള്ള വിവരം നമുക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് വീണ്ടും കുറെ കാലം കുടിക്കാതെ നിന്നിട്ട് വീണ്ടും പോയി ഒരു പെഗ് അടിക്കുകയാണ്. അത് ഈ പെഗ് അടിച്ചാൽ ആ സുഖം കിട്ടുമല്ലോ. പക്ഷെ ആ സുഖം കിട്ടാത്തൊരവസ്ഥയാണുള്ളത്. അത് വളരെ ഗൗരവകരമായ ദോഷം ചെയ്യുന്നില്ലെന്ന് തോന്നിയപ്പോ വീണ്ടും അല്പം കൂടി കഴിക്കുന്നത് സുരക്ഷിതമാണെന്ന് കരുതി. ആദ്യത്തെ ഒരു പ്രാവശ്യം കുടിച്ചു നോക്കി, കുറെ കാലം കുടിക്കാതിരുന്നു, പിന്നെ ഒന്ന് പോയി കുടിച്ചു നോക്കി, ഒരു കുഴപ്പമില്ല. പിന്നെ അടുത്ത ദിവസം വീണ്ടും കുടിക്കാൻ തുടങ്ങി. ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസമൊക്കെ അത്ര മാത്രമേ കുടിച്ച് കാണുകയുള്ളൂ. ഒന്നോ രണ്ടോ പെഗ് മദ്യം കഴിച്ച് നിർത്താമെന്നുള്ള ഒരു ചിന്ത ആ സമയത്ത് വരികയും ചെയ്യും. അപ്പൊ ഒരു ഭയങ്കര ആശ്വാസമാണ്. എനിക്ക് എപ്പോ വേണമെങ്കിലും നിർത്താം, എത്ര വേണമെങ്കിലും കഴിക്കാം, വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ളത് എനിക്ക് സാധിക്കും എന്ന് അയാളെ തന്നെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അതിങ്ങനെ ആവർത്തിക്കുന്നു. പക്ഷേ ആ അനുഭവം ഒരു കെണിയായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടു. സുരക്ഷിതമായി മദ്യപിക്കാമെന്ന് അത് നമ്മളെ പ്രലോഭിപ്പിച്ചു. അപ്പോഴത്തേക്കും നമ്മൾ ഒരു തിയറി ഡെവലപ്പ് ചെയ്തു. എനിക്ക് മദ്യപാനം ഒരു പ്രശ്നമല്ല, എനിക്ക് സുരക്ഷിതമായി മദ്യപിക്കാൻ കഴിയുമെന്ന് ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഏതെങ്കിലും ഒരു ആഘോഷം വരുന്നു, അല്ലെങ്കിൽ പെട്ടെന്നൊരു നഷ്ടം വരുന്നു, എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നു. ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു 2 3 പെഗ് കഴിച്ചാൽ അത് ശരിയാകുമെന്ന് മനസ്സിലാവുന്നു. കുറച്ചും കൂടി കൂടുതൽ കഴിച്ചാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അങ്ങനെ പൂസാകണമെന്ന യാതൊരു ഉദ്ദേശവും ഇല്ലാതെ രണ്ടാമതും മദ്യത്തിലേക്ക് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അറിയാതെ തന്നെ വീണ്ടും ആ മദ്യത്തിന്റെ ഒരു അമിത ഉപയോഗത്തിലേക്ക് നമ്മൾ കടന്നു പോകും. മദ്യത്തിന്റെ യഥാർത്ഥത്തിൽ മദ്യം 2 പെഗ് കഴിച്ചാൽ ഉണ്ടാവുന്ന ഒരു പൂസുണ്ടല്ലോ, അത് ശരിക്കറിയണമെങ്കിൽ ഈ പട്ടാളക്കാർക്കൊക്കെ കൊടുക്കുന്ന കോട്ട പരിശോധിച്ച് നോക്കിയാൽ അറിയാം. 4 കുപ്പി കൊടുത്തിട്ട് അത് 1 മാസം കഴിക്കാനാണ് പറയുന്നത്. അപ്പോ ഒരു ദിവസം കഴിക്കേണ്ട അളവ് 1.5 അല്ലെങ്കിൽ 2 പെഗ്ഗായിട്ട് നിജപ്പെടുത്തിയിട്ടാണ് കൊടുക്കുന്നത്. കാരണം അത്രയും കഴിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പൂസ് കിട്ടുന്നത്. പക്ഷെ നമ്മളെന്താന്നറിയില്ല, നമ്മള് ഈ പൂസ് ആവാത്തത് കൊണ്ട് പിന്നെയും അളവ് കൂട്ടി പോവുക ചെയ്ത്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇത്തരം അനുഭവങ്ങളുടെ ആവർത്തനം ഞങ്ങളെ യുക്തിപരമായി പഴുതുകളില്ലാതെ താഴെ പറയുന്ന നിഗമനങ്ങളിൽ എത്തിച്ചു. ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞ് പല പരീക്ഷണങ്ങളും നടത്തി നോക്കി കഴിഞ്ഞപ്പോഴാണ് ചില നിഗമനങ്ങളിൽ എത്തിയത്. ഏക്കാര് നിഗമനങ്ങളിൽ എത്തിയതാണ്, ആദ്യത്തെ കവിൾ മദ്യം കഴിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും മതോന്മത്തരാകുന്നില്ല. അപ്പൊ ഇവിടെ പ്രശ്നം രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അല്ലെ അഞ്ചാമത്തെയോ പെഗ് അല്ല. അഞ്ചാമത്തെ പെഗ് കഴിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നെർവസ് സിസ്റ്റം വളരെ വീക്കായിട്ട് നമ്മുടെ ശരീരത്തിന്റെ കപ്പാസിറ്റി എന്ന് വേണേൽ പറയാം, അത് മുഴുവനും ഇല്ലാതാക്കി കളഞ്ഞത് അഞ്ചാമത്തെയോ ആറാമത്തെയോ ഏഴാമത്തെയോ പെഗ്ഗാണ്. നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതും ആ അഞ്ചാമത്തെയോ ആറാമത്തെയോ പെഗ്ഗാണ്. പക്ഷെ ഒരിക്കലും അത് ഒഴിവാക്കാൻ കഴിയില്ല. കാരണം അത് ഒഴിവാക്കണമെങ്കിൽ ചിന്തിക്കണമല്ലോ, ഒരു ചിന്ത വേണമല്ലോ, എനിക്കത് പറ്റില്ല, അത് വേണ്ട എന്നുള്ളൊരു ചിന്ത വേണ്ടേ. ആ സമയത്ത് ചിന്തിക്കുന്നത് മുഴുവനും ഈ മദ്യത്തിന് അനുകൂലമായ ചിന്ത മാത്രമാണ്. ഒരെണ്ണം കൂടി കഴിച്ചിട്ട് നിർത്താം, ഇതും കൂടി കഴിക്കാം, ഒരെണ്ണം കൂടി അടിക്കാം എന്ന മദ്യത്തിന് അനുകൂലമായ ചിന്തയാണ് ഉണ്ടാവുക. അല്ലാതെ മദ്യം കഴിക്കുന്നതിന് പ്രതികൂലമായ ചിന്ത മദ്യപിച്ച ഒരാൾക്ക് വരാനുള്ള സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് ഈ മദ്യാസക്തി എന്ന് പറയുന്ന ശരീരമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നാലാമത്തെയോ അഞ്ചാമത്തെയോ പെഗ് വേണ്ട എന്ന് വെക്കാൻ കഴിയാത്തത് അയാൾക്ക് ഈ വേണ്ടത്ര ഉന്മാദാവസ്ഥ കിട്ടിയിട്ടില്ല. അത് കിട്ടാൻ വേണ്ടിയാണല്ലോ കുടിച്ചത്. അത് കുടിച്ചിട്ട് കിട്ടിയിട്ടില്ല, അപ്പൊ കിട്ടുന്നോളം വരെ കുടിക്കുക. അത് കിട്ടാൻ വേണ്ടിയാ വന്നത്, പക്ഷെ അത് കിട്ടുന്നില്ല, അത് കിട്ടുന്നോളം വരെ കുടിക്കുക. അങ്ങനെയാണ് വീണ്ടും ഈ അളവുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടു പോയത്. അവിടെ ഇത്രയും സംഗതി ശരിക്കും തിരിച്ചറിഞ്ഞാൽ എൻ്റെ ശരീരം ഈ മദ്യത്തിന് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു സാധനമല്ല.
എന്ന ഒരു ഉറപ്പ്, അതായത് 100% അതങ്ങോട്ട് അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഏതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു അലർജി ഉള്ളൊരു സാധനം, ഇപ്പൊ ചേന ആയിക്കോട്ടെ, അത് ചൊറിയും. ചേരാണെങ്കിലും ചൊറിയും. അതുപോലെ ചില ഇറച്ചികളൊക്കെ ചൊറിയും. ചക്ക ഇറച്ചിയോ പോത്തിറച്ചിയോ ചൊറിയുന്നവരുണ്ട്. അങ്ങനെ ചൊറിയുന്ന ഒരു സാധനം, അലർജി ഉള്ള ഒരു സാധനം, ആ അലർജി ഉണ്ടാവാതിരിക്കാൻ അത് കുറച്ചെടുത്ത് ഉപയോഗിച്ചിട്ട് അലർജി ഉണ്ടാവാതിരിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അത് അലർജി ഉള്ളതാണെങ്കിൽ ആ അലർജിയെ അലർജിയുള്ള വസ്തുവിനെ പൂർണ്ണമായും മാറ്റി വെക്കേണ്ടതുണ്ട്. അത് ചേനയാണേലും ചൊറിയുമെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും തൊടാതിരുന്നാൽ മാത്രമേ അത് അലർജി പ്രത്യക്ഷപ്പെടാതിരിക്കുള്ളൂ. അതേപോലെ ഈ എങ്ങനെയാ അലർജി ഉണ്ടാവുന്നത്? മദ്യം നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഒരു തുള്ളി പ്രവേശിച്ചാൽ വീണ്ടും 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 വേണമെന്ന് തോന്നുന്നതാണ് ഈ പറഞ്ഞ ശരീരമുള്ളവരുടെ അലർജി. ഇത് മദ്യപിക്കുന്നതിൽ തന്നെ ഒരു 18 മുതൽ 22% വരെ ആൾക്കാർക്കാണ് ഈ അലർജി പ്രത്യക്ഷപ്പെടുക. അല്ലാത്തൊരു 80% പേർക്കും ഈ അലർജി ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ശരാശരിയാണ് പറഞ്ഞത്. അത് അറിയണമെങ്കിൽ, ഈ അലർജി ഉള്ളവരെ അറിയണമെങ്കിൽ ഒരു മാർഗം, ഒരു 10 പേര് മദ്യപിക്കുന്ന സദസ്സിൽ ഒരു 8 പേരെങ്കിലും ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടാവും. ഒരു 1, 2, 3 പേരാണ് അവസാനത്തെ പെഗ് എടുക്കുന്നോടം വരെ നിൽക്കുക. ബാക്കിയുള്ളവർ അതിനിടയ്ക്ക് പോകും. ഈ അവസാനത്തെ പെഗ് എടുക്കുന്നോടം വരെ നിൽക്കുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ അലർജി രോഗമുള്ള ആൾക്കാർ. അവർക്ക് അത് തികഞ്ഞിട്ടില്ല എന്നൊരു തോന്നൽ വരും. ആയിട്ടില്ല, തികഞ്ഞിട്ടില്ല. അപ്പൊ തികയോ എന്നുള്ള ഭയം ഇവരിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. പറ്റുമെങ്കിൽ ഈ പറയുന്ന കക്ഷികൾ, ഈ 3 പേര്, അവർക്ക് എക്സ്ട്രാ സ്റ്റോക്ക് കയ്യിലും ഉണ്ടാവും. കാരണം അവർക്ക് അറിയാം അവർക്ക് തികയില്ല. ആ തികയില്ല എന്ന ചിന്തയുള്ള ആൾക്കാരാണ് യഥാർത്ഥത്തിൽ പ്രശ്നമദ്യപരായി വരുന്നത്. ആ പ്രശ്നമദ്യപരെന്ന് പറയുന്നത് ഈ പറഞ്ഞ അലർജി ഉള്ള ആൾക്കാരാണ്. അവര് കുറച്ചായിട്ട് കുടിക്കാം എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഒരു രക്ഷയില്ല. കാരണം കുറച്ച് കുടിക്കുമ്പോഴേക്കും അലർജി സ്റ്റാർട്ട് ചെയ്തു. ആ അലർജി ഇതാണ്, വീണ്ടും വീണ്ടും വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കലാണ് അലർജി. അതുകൊണ്ട് അത് ഒരു പെഗ് ചെന്നാൽ തന്നെയും ഈ അലർജി രോഗം ശക്തി പ്രാപിക്കും. അപ്പൊ രണ്ടാമത്തത് വേണമെന്ന് പറയും. അപ്പൊ ഈ അലർജി രോഗം ഉണ്ടാവാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അതിനെ തീരെ അടുപ്പിക്കാതിരിക്കുക. അതിന് ഈ ചേരിന്റെ കാര്യം പറഞ്ഞാൽ, അല്ലെ ചേനയുടെ കാര്യം പറഞ്ഞാൽ, അതിനെ അങ്ങോട്ട് അടുപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ച് അലർജി എന്താ പറയാ, അലർജി ഉണ്ടാവാതിരിക്കും. അല്ലാണ്ട് കുറച്ചായിട്ട് അലർജി ഇതിൻ്റെ അകത്ത് വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിഞ്ഞത്. അങ്ങനെയുള്ള ശരീരം നമുക്ക് കിട്ടിയത് നമ്മളുടെ കഴിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ വിവരക്കേട് കൊണ്ടോ നമ്മളുടെ അഹംഭാവം കൊണ്ടോ അല്ല എന്നും, ദൈവം സൃഷ്ടിച്ച ഈ ശരീരത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് എന്നും ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, ആ ശരീരത്തിന് അനുയോജ്യമായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റും. ഇപ്പോൾ നമ്മളുടെ ശരീരത്തിന് കുറെ പ്രത്യേകത ഉള്ളത്, ഒരു നിശ്ചിത ചൂടിൽ കൂടുതൽ നമ്മളുടെ ശരീരം നിൽക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് വെയിലത്ത് അധികം നേരം നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ശരീരം ചൂട് താങ്ങില്ല. നിശ്ചിത തണുപ്പിലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ആ കൂടുതൽ തണുപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വല്ലാതെ പ്രതികരിക്കും. അപ്പൊ തണുപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വെറ്റർ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഷാൾ ഇട്ടിട്ടോ അങ്ങനെ ഒക്കെയാണ്, നമ്മൾ ഷൂ ഇട്ടൊക്കെയാണ് തണുപ്പ് രാജ്യങ്ങളിലൊക്കെ ആൾക്കാർ പോകുക. കാരണം നിശ്ചിത തണുപ്പിൽ താഴെ പറ്റില്ല. അതുപോലെ തന്നെ നിശ്ചിത ചൂടിന് മുകളിലും പറ്റില്ല. അത് നമ്മളുടെ ശരീരത്തെ വല്ലാതെ പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പൊ നമ്മളുടെ ശരീരത്തെ പ്രതികൂലമായി ബാധിക്കുന്ന അത്തരം കാര്യങ്ങളിൽ നമ്മൾ സുരക്ഷ ഒരുക്കുന്നുണ്ടെങ്കിലും, നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ഈ കാര്യത്തിൽ അതിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്. നമ്മുടെ ശരീരം അങ്ങനെയാണ് ഉള്ളത്. ഇത്ര ഡിഗ്രി ചൂട് വരെ നമ്മുടെ ശരീരത്തിന് താങ്ങാനാവും, താഴോട്ടായാലും മേലോട്ടായാലും. അപ്പൊ അങ്ങനെയുള്ള ശരീരത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളത് കൊണ്ട്, ഒന്നുകിൽ നമ്മൾ വീടിനകത്ത് തണുപ്പുള്ള സമയത്ത് വീടിനകത്ത് ഹീറ്റർ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഇരിക്കും.
അതല്ലെങ്കിൽ ചൂടുള്ള സമയത്ത് നമ്മൾ AC റൂമിൽ കയറിയിരിക്കും, AC ഇട്ടിരിക്കും. അത് നമ്മുടെ ശരീരത്തെ അഡ്ജസ്റ്റ്മെന്റ്. അതേപോലെ തന്നെയാണ് ഈ മദ്യത്തിന്റെ കാര്യത്തിലും. മദ്യം ചേരുന്ന ശരീരമുണ്ട്, അതിന് ഒരു ചേരാത്ത ശരീരമുണ്ട്, അലർജിയുള്ള. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതിന്റെ സുരക്ഷ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. സുരക്ഷ ഒരുക്കുക എന്ന് പറയുന്നത്. അത് ഈ തുള്ളി മദ്യം അകത്ത് ചെല്ലാതിരുന്നു കഴിഞ്ഞാൽ അതിന്റെ സുരക്ഷയായി. അതുകൊണ്ട് അത് കുറച്ച് ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ മുകളില് പെഗ്ഗുകളുടെ എണ്ണം കുറയ്ക്കാനൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കാത്ത രീതിയിലുള്ള ഒരു പ്രകൃതം ആണ്, നമ്മളുടെ ശരീരപ്രകൃതമാണ് എന്നുള്ളതൊന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഈ സാധനം മാറ്റിവെക്കാൻ പറ്റും. ഫലത്തിൽ കുടിക്കുന്ന മദ്യത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നതിനെ പറ്റി നാം വ്യാകുലപ്പെടാതെ ആ പരമ്പരയുടെ ആരംഭം കുറിക്കുന്ന ആദ്യത്തെ കവിൾ മദ്യം ഒഴിവാക്കിയാൽ മതി. ആദ്യത്തെ കവിൾ മദ്യം ആദ്യത്തെ കവിൾ മദ്യം അകത്ത് ചെന്നാൽ ഈ അലർജി സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ വീണ്ടും വീണ്ടും വേണമെന്ന് ആവശ്യപ്പെടും. ഇത് കേൾക്കുമ്പോൾ വിഡ്ഢിത്തമായി തോന്നുന്നുണ്ടാവാം, അല്ലേ? എയിൽ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഇത് എന്തുകൊണ്ട് കണ്ടെത്തിയില്ല എന്നുള്ളത് ഞങ്ങളിൽ ചിലർക്ക് അവിശ്വസനീയമായി തോന്നി. തീർച്ചയായും മദ്യാസക്ത രോഗത്തെപ്പറ്റി മനസ്സിലാക്കുന്നത് വരെയെങ്കിലും മദ്യപാനം പൂർണ്ണമായും ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല എന്നതാണ് അതിന്റെ സത്യം. നമ്മൾ ഈ മദ്യപാനം ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതിന് തയ്യാറാവാത്തത് ഈ കാര്യം നമുക്കറിയില്ല. മദ്യപാനം മാറ്റിവെക്കുന്നു, കുറച്ച് ദിവസത്തേക്ക് മാറ്റിവെക്കുന്നു. ഇത് നമ്മൾ കുടിച്ചു ഉണ്ടായതാണ് ഈ ഒരു അസുഖം. ഒരുപാട് കുടിച്ചുണ്ടായി. അതുകൊണ്ട് കുറച്ചു കാലം ബ്രേക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ സുരക്ഷിതമായി കുടിക്കാമെന്നും, അതുപോലെ ആ കുടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഉന്മാദാവസ്ഥ വീണ്ടും അനുഭവിക്കാമെന്നും വിചാരിച്ച് കുറച്ചു കാലം കുടി നിർത്തിവെക്കും. വീണ്ടും കുടിച്ചു നോക്കും. ആ കുടിച്ചു നോക്കുമ്പോഴും ഈ പറയുന്ന ഉന്മാദാവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നില്ല. പകരം ആ ഉന്മാദാവസ്ഥ കിട്ടാൻ വേണ്ടി നമ്മൾ അളവ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്ര പെഗ്ഗുകൾ, 4 6 അതോ 12 നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന പെഗ്ഗുകളുടെ എണ്ണം കണക്ക് കൂട്ടുന്നതിന് പകരം ഓർക്കുക, ആദ്യത്തെ കവിൾ മദ്യം കയ്യിലെടുക്കാതിരിക്കുക മാത്രം ചെയ്താൽ മതി. ഈ മദ്യത്തെ അത് നല്ല വാക്കാ, മദ്യത്തെ കൈകാര്യം ചെയ്യുക എന്നാണ് പറയുന്നത്. കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചിന്തയ്ക്ക് ബോധത്തിനനുസരിച്ച് മദ്യത്തെ ഞാൻ നിയന്ത്രിക്കുന്നതിനാണ് കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് നിയന്ത്രിച്ചു കുടിക്കാൻ പറ്റുക, അതായത് എത്ര വേണമെന്ന് ഞാൻ എടുക്കുന്ന തീരുമാനപ്രകാരം ഞാൻ കുടിക്കുക. അങ്ങനെയാണെങ്കിൽ കൈകാര്യം ചെയ്യാൻ പറ്റുക. മദ്യാസക്ത രോഗികൾക്ക് ഈ മദ്യത്തെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. എന്ന് വെച്ചാൽ ആ കുടിക്കാനുള്ള കുപ്പി തുറന്നു വെച്ചാൽ മുന്നിൽ കുപ്പിയും ചിലപ്പോൾ കുറച്ച് ഭക്ഷണവും എനിക്ക് അതിന് സുരക്ഷിതമായ ഒരു സ്ഥലവും ഉണ്ടെങ്കിൽ അതിന്റെ മുകളിലുള്ള നിയന്ത്രണം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അതാണ് ഈ ഒരു അലർജിയുടെ ഒരു ലക്ഷണം. അത്തരം ശരീരമുള്ള ആൾക്കാരെയാണ് മദ്യാസക്ത രോഗികൾ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു തരത്തിലുള്ള രോഗത്തിന്റെ ലക്ഷണം പോലെ അല്ലത്. കാരണം ഇയാൾക്ക് മദ്യപിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് ഒരു ലക്ഷണവും കാണുന്നില്ല. സാധാരണ മനുഷ്യനാണ്, എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യനായതുകൊണ്ട് ഇയാൾ എങ്ങനെ രോഗിയാവുന്നത്? രോഗിയാണെങ്കിൽ അയാൾക്ക് മദ്യപിക്കുമ്പോൾ മാത്രം എന്താ ഈ രോഗലക്ഷണം കാണുന്നത്? മദ്യപിക്കാതിരിക്കുമ്പോ ഇയാൾക്ക് കാണുന്നില്ലല്ലോ, ഒരു കുഴപ്പമില്ലാതെ. അപ്പൊ ഈ പറയണതൊക്കെ വെറുതെയാണ് എന്ന് ആ കാലത്ത് ഞാനും വിചാരിച്ചിരുന്നു. പക്ഷെ ഇതിന്റെ രോഗലക്ഷണം ഇതാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ, അതായത് കുടിച്ചു കഴിഞ്ഞ ഒരു പെഗ് അകത്ത് ചെന്നാൽ ഈ ശരീരം അത് ഉണ്ടാക്കുന്ന റിയാക്ഷനാണ് ഈ രോഗത്തിന്റെ ലക്ഷണമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. എന്റെ ശരീരത്തിന് പറ്റാത്തൊരു സാധനമാണ്. അതുകൊണ്ട് ഈ പറ്റാത്ത സാധനം ആയതുകൊണ്ട് ഇതിന് സിമ്പിളാണ് എന്റെ ചികിത്സയും. ഇത് ഒരു തുള്ളി മദ്യം നമ്മളുടെ അകത്ത് ചെല്ലാതിരുന്നാൽ മതി. ആദ്യത്തെ പെഗ് മദ്യം അകത്ത് ചെല്ലാതെ ഇരുന്നാൽ വളരെ സിമ്പിളായിട്ട് ഇത് ചികിത്സിക്കാൻ കഴിയും. ഈ വിധത്തിൽ ചിന്തിക്കുന്ന സ്വഭാവം ഞങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളെ വർഷങ്ങളോളം സുബോധവാന്മാരായി ജീവിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഏലുള്ള ആൾക്കാർ മുഴുവനും രക്ഷപ്പെട്ടത് ഈ ഒരു ചിന്തയുടെ മുകളിലാണ്. ഈ മദ്യത്തിന്റെ
ആദ്യത്തെ പെഗ്ഗാണ് ഈ കാഞ്ചി വലിക്കുന്നത്. ആദ്യത്തെ പെഗ്ഗ് ചെല്ലുന്നതോടുകൂടി അതിങ്ങനെ ടട്ടയെന്ന് പറഞ്ഞ് പിന്നെ പൊട്ടുന്നു. ആദ്യത്തെ കവിൾ മദ്യം ഒഴിവാക്കുക എന്ന വിദ്യക്ക് വൈദ്യശാസ്ത്രപരമായി ശക്തമായ ഒരു അടിസ്ഥാനം ഉള്ളതായി വിദഗ്ധരായ ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ കവിൾ മദ്യമാണ് മതോന്മത്തിലേക്ക് എത്തിച്ചേരുന്ന അനിയന്ത്രിതമായ മദ്യപാനത്തിന്റെ കാഞ്ചി വലിക്കുന്നത്. അത് കഴിഞ്ഞാൽ പൊടുന്നനെയോ അല്പം സമയത്തിന് ശേഷമോ മദ്യപർ കൂടുതലായി പോയി മദ്യം കഴിക്കുന്നു. മദ്യാസക്ത രോഗം മദ്യം എന്ന മയക്കുമരുന്നിനോടുള്ള ആസക്തിയാണെന്ന് നമ്മൾ മിക്കവരും വിശ്വസിക്കുന്നു. ഈ ആസക്തി എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും കഴിക്കാനുള്ള തോന്നലുണ്ടാക്കുന്നതിനാണ് ആസക്തി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നലുണ്ടാക്കുന്നത്? ആ ഒരു സ്റ്റേജിൽ എത്തണമല്ലോ. കുടിക്കുന്നത് എന്തിനാണ്? കുടിച്ചാൽ കിട്ടുന്ന അനുഭൂതി കിട്ടണമല്ലോ. ആ അനുഭൂതി കിട്ടുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ആ അനുഭൂതിയിൽ എത്തുന്നോടം വരെ കുടിക്കണമല്ലോ. അങ്ങനെയാണ് നമ്മളെ അളവ് കൂട്ടി വന്നത്. അപ്പൊ മദ്യാസക്ത രോഗം മദ്യം എന്ന മയക്കുന്നത് ഏതു തരം ആസക്ത രോഗികളെയും പോലെ രോഗശമനത്തിനായി നമ്മൾ ആസക്തിക്ക് അടിമയാക്കിയ മയക്കുമരുന്നിന്റെ ആദ്യത്തെ ഡോസിൽ നിന്നും അകന്നിരിക്കണം. ഇതാണ് ആദ്യത്തെ പെഗ്ഗിൽ നിന്ന് അങ്ങോട്ട് മാറി നിന്നാൽ ഈ അഡിക്ഷൻ അല്ലെങ്കിൽ ആസക്തി അല്ലെങ്കിൽ അലർജി നമ്മളെ ബാധിക്കില്ല. അതല്ലാതെ ഒരു പെഗ് അകത്ത് ചെന്നിട്ട് ഈ അലർജി ബാധിച്ച് പിന്നെയും കുടിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ നിയന്ത്രിക്കാൻ പോയി കഴിഞ്ഞാൽ നടക്കൂല. ഞങ്ങളുടെ അനുഭവങ്ങൾ ഇത് തെളിയിക്കുന്നുവെന്ന് നിങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന ഗ്രന്ഥത്തിലും ഞങ്ങളുടെ ഗ്രേപ്പ് വൈൻ എന്ന മാസികയിലും വായിക്കാം. കൂടാതെ അംഗങ്ങളുടെ എല്ലാ കൂട്ടായ്മകളിലും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ ഇതേ കാര്യം തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ആ പോയിന്റ് അവിടെ അവസാനിക്കുകയാണ്. ഇതാണ് അതിന്റെ ചുരുക്കം. ഇതാണ് മദ്യാസക്തി എന്ന് പറയുന്നത് രോഗമാണെന്നും ആ രോഗം എനിക്കുണ്ടെന്നും ആ രോഗത്തിന്റെ ലക്ഷണം എനിക്ക് നിയന്ത്രിച്ച് കുടിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു എന്നും അതിന്റെ ശരീരത്തിനില്ലെന്നും ഒരു പെഗ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെയും കുടിക്കണമെന്ന് തോന്നുന്നു. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ആദ്യകാലത്ത് കുടിച്ചപ്പോൾ കിട്ടിയ ആ ഉന്മാദാവസ്ഥ ഇനി ഒരിക്കലും കിട്ടൂല എന്നും അത് കിട്ടാൻ വേണ്ടിയാണ് കുടിക്കണമെങ്കിൽ അത് നടക്കൂലെന്നും പകരം നമ്മൾ കുടിച്ച് ഒരുപാട് മദ്യപിച്ച് കഴിയുമ്പോൾ നമ്മളുടെ നാഡീ സിസ്റ്റം മുഴുവനും തകരാറിലാകുമ്പോൾ നമ്മളുടെ സുബോധമാണ് നഷ്ടപ്പെടുന്നതെന്നും അല്ലാതെ പൂസാവുന്നില്ല എന്നും തിരിച്ചറിയാം. എനിക്ക് പൂസാവുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങൾ നേരത്തെ കുടിച്ചാൽ കാര്യങ്ങൾ നന്നായി ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഇപ്പൊ കുടിച്ചിട്ട് കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരാൻ കാരണം നമ്മൾ തളർന്നു പോകുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ മദ്യം അകത്ത് ചെല്ലാതിരിക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രയാസം ഉണ്ടാവില്ല എന്ന ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ ആദ്യത്തെ പെഗ്ഗിൽ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കുക. സിമ്പിളാണ് അതിന്റെ ചികിത്സ. ആദ്യത്തെ പെഗ്ഗിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ അത് ആദ്യത്തെ പെഗ് എൻ്റെ ശരീരത്തിന് പറ്റുന്നതാണല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുക. അങ്ങനെ മാറി നിൽക്കുക. അങ്ങനെ മാറി നിൽക്കാൻ നേരത്തുണ്ടാവുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. മാറി നിൽക്കാൻ അങ്ങ് തീരുമാനിച്ചിട്ട് കാര്യമില്ല. ആ പ്രതിസന്ധികളെ മറികടക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് പരിശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ നടത്താനുള്ള എന്തൊക്കെ മേഖലയിലാണ് നമ്മൾ പരിശ്രമം നടത്തേണ്ടത് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ തുടർന്ന് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. അതിലേക്ക് നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. എങ്ങനെയാണ് ഈ ആദ്യത്തെ പെഗ്ഗിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക? ആദ്യത്തെ പെഗ്ഗിലേക്ക് നയിക്കുന്ന കാര്യം എന്താണ്? അത് നമ്മൾ നോക്കിയിട്ട് അതില്ലായ്മ ചെയ്താൽ മാത്രമേ കുടിക്കാണ്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യത്തെ പെഗ്ഗിലേക്ക് നയിക്കാൻ 100 കാര്യങ്ങളുണ്ട്. 100 കണക്കിന് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ പെഗ് ഒരു പെഗ് കുടിക്കാൻ പോകാൻ വേണ്ടിയിട്ട് നമ്മളെ തോന്നിക്കുന്ന കാര്യം. ഒരു ചിന്തയാണല്ലോ ഒരു പ്രവൃത്തി ചെയ്യിക്കുന്നത്. കുടിക്കുക എന്നുള്ള ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ അതിനു മുമ്പ് നടക്കേണ്ടത് ഒരു ചിന്തയാണ്. ആ ചിന്ത ഉണ്ടാവാൻ ഇഷ്ടംപോലെ സന്ദർഭങ്ങളും സാധ്യതകളും ഉണ്ട്. അപ്പൊ ആ സന്ദർഭങ്ങളും സാധ്യതകളും ഒക്കെ കരുതലോടുകൂടി നീങ്ങിയാൽ മാത്രമേ ഈ ചിന്ത മദ്യത്തിന് അനുകൂലമായിട്ട് വരാതിരിക്കുള്ളൂ. അപ്പൊ അതില് നമുക്ക് ഈ പുസ്തകം അതിനു വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവരും പങ്കുവെക്കാൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷയോടുകൂടി ഇപ്പൊ സമയം 10:44 എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അശോകേട്ടന് വേണ്ടി ഞാൻ മെല്ലെ ഒഴിയുകയാണ്. താങ്ക് യു. താങ്ക് യു മാസ്റ്റർ. താങ്ക് യു വെരി മച്ച്. അശോകേട്ടനല്ല, ഹരിഹര ലക്ഷ്മണൻ ചേട്ടൻ.
ഹലോ ലക്ഷ്മണേട്ടാ. ഹലോ തുടങ്ങാം. തുടങ്ങാം. ഓക്കെ. മ്യൂട്ടായിരുന്നു. ഓക്കെ, അതെ, ലക്ഷ്മൺ ചേട്ടാ സംസാരിച്ചോളൂ. നമ്മൾ സ്വീകരിച്ച നടപടികൾ എന്ന വിഷയത്തെ പറ്റി ഹൈലൈനായിരുന്നു സംസാരിക്കുന്നത്. വിജയമാഷ, താങ്ക് യു. ഓക്കെ. നമസ്കാരം. ഞാനൊരു അമിത മധ്യാസക്തൻ. ദൈവസഹായത്താലും ഈ മഹത്തായ കൂട്ടായ്മയുടെ ശക്തി കൊണ്ടും നവദ്വീപിച്ചിട്ടില്ല. പേര് ഹരിഹര ലക്ഷ്മണൻ. എന്നെ കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ഹായ് പാലക്കാട്. ഹായ് ഹായ്. നമ്മളന്ന് ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എനിക്ക് മീറ്റിംഗിൽ വരാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഓർക്കുന്നത് നമ്മൾ 132ാമത്തെ പേജില് ദ എക്സൈറ്റ്മെന്റ് ഓഫ് റിക്കവറി ഈസ് ദാറ്റ് ഇറ്റ് ഗോസ് ഓൺ ഫോർ എവർ. A person who is in growth pattern can look back on his life every so often and see that he is living in a world he didn't live in even a year before. അതായത് ആ മോചനത്തിന്റെ പാത നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കിട്ടുന്ന ഉന്മാദം, ഈ റിക്കവറിയുടെ ഉന്മാദം, അത് വളർന്ന് വരുന്നത് കാണാൻ പറ്റും. ഒരിക്കലും തീരാത്തൊരു ഉന്മാദമായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ നേരത്തെ വിജയമാഷ് സംസാരിക്കുമ്പോൾ നമ്മൾ ആ ഒരു കാരണം കൊണ്ടാണ് കുടിച്ചതെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ അത് വീണ്ടും കുടിച്ചത് കൊണ്ടല്ല കിട്ടുക, ഇങ്ങനെയാണ് കിട്ടുക എന്നുള്ള ഒരു തന്നെയാണ് ഇവിടെ. അപ്പൊ എ പേഴ്സൺ ഹു ഈസ് ഇൻ ഗ്രോത്ത് പാറ്റേൺ ക്യാൻ ലുക്ക് ബാക്ക് ഓൺ ഹിസ് ലൈഫ് എവറി സോ ഓഫൺ. ഇടയ്ക്കിടെ കൂടെ അത് കാണാൻ പറ്റും. ആൻഡ് അത് കാണുമ്പോഴെന്താവും, ആ കാണുന്ന ആള് ഇത് ഇത്രയും മനോഹരമായ ഒരു ലോകത്ത് ഇതേവരെ ഞാൻ ജീവിച്ചിട്ടില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ എന്താഗ്രഹിച്ചാണോ കുടിച്ചത് അതിലല്ല നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം കിടക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇവിടെയാണ് അത് ഉള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ പറ്റും എന്നാണ് അതിന്റെ സാരാംശം ഞാൻ മനസ്സിലാക്കിയത്. അവിടുന്ന് നമുക്ക് 11ാം പടിയിലേക്ക് കിടക്കുകയാണ്. ടാപ്പിംഗ് ദി ഇന്നർ സോഴ്സ്. When I let go of the problem, I do not solve the problem, but I free myself for other things. I can go on with my life and forget about that problem. After a period of time, when I have given up wrestling with it and turned it over to God, the right answer will come. ഈ ഒരു മാനസികാവസ്ഥ, അതായത് എല്ലാത്തിനെയും ഒരു അതായത് ഫൈറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതുമായിട്ട് മല്യുദ്ധത്തിന് ഏർപ്പെടാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയെ വിട്ടുകൊടുത്തുകൊണ്ട്, ദൈവത്തിന്റെ കയ്യിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട്, പ്രശ്നങ്ങളുമായി ഒരു മൽപ്പിടുത്തം പിടിക്കാതെ പ്രശ്നത്തിനെ വിട്ടുകൊടുക്കുക എന്നുള്ള ഒരു അവസ്ഥ. അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ജീവിതം മുന്നോട്ട് പോകും. പ്രശ്നത്തെ ഒരുപക്ഷെ മറക്കാനും സാധിക്കും. കുറച്ച് കഴിയുമ്പോ ഈ മൽപ്പിടുത്തം ഞാൻ ഉപേക്ഷിക്കുമ്പോൾ എനിക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ചാല് അതിനു വേണ്ട ഒരു ശരിയായ ഉത്തരം വരും എന്നുള്ളതാണ് കാണുന്നത്. 11ാം പടി പറയുന്നത് ഷോർട്ട് ത്രൂ പ്രയർ ആൻഡ് മെഡിറ്റേഷൻ ടു ഇംപ്രൂവ് അവർ കോൺഷ്യസ് കോൺടാക്ട് വിത്ത് ഗോഡ് ആസ് യു അണ്ടർസ്റ്റുഡ് ഹിം, praying only for knowledge of his will for us and the power to carry that out. ദൈവത്തിന്റെ ഇച്ഛ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള പ്രാർത്ഥന. അതാണ് ഈ പ്രാർത്ഥനയും ധ്യാനത്തിലൂടെയും ഈ കാര്യം മനസ്സിലാവാനുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു ബന്ധം, കോൺഷ്യസ് കോൺടാക്ട് ദൈവവുമായിട്ട്. അതെന്തും ആവട്ടെ, ഞാൻ മനസ്സിലാക്കുന്ന ദൈവത്തെ പരിപൂർണമായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ദൈവത്തെ പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് അത് വളരെ എനിക്ക് സൗകര്യപരമായിട്ട് ആക്കി തന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ദൈവത്തെ പരിപൂർണമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ദൈവത്തെ ഒട്ടും മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതല്ല അവിടെ. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, എന്തൊക്കെയോ മനസ്സിലാക്കാൻ പറ്റും. ആ എന്തൊക്കെയോ മനസ്സിലാക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഇതൊരു വളരുന്ന പരിപാടിയാണെന്ന് നമ്മൾ പറയുമ്പോൾ ഞാൻ അതിനെ അങ്ങനെയാണ് കാണുന്നത്. ഇതൊരു വളരുന്ന പരിപാടിയാണ്. അതേപോലെ ദൈവത്തെ ഞാൻ മനസ്സിലാക്കുന്ന ആ ഒരു കാര്യവും വളരുന്ന ഒരു കാര്യവും. ഞാൻ 1 കൊല്ലം മുമ്പേ മനസ്സിലാക്കിയ ദൈവമല്ല ഇന്ന്. തീർച്ചയായിട്ടും ഇന്നത്തെ 1 കൊല്ലം മുമ്പേ ഞാൻ ദൈവത്തെ മനസ്സിലാക്കിയതിൽ കൂടുതലായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉറപ്പായിട്ടും അനുഭവമാണ് എന്നെ പഠിപ്പിക്കുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രോഗ്രാമിലൂടെയുള്ള അനുഭവമാണ് എന്നെ പഠിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു പഠിപ്പിക്കലിലൂടെയുള്ള തിരിച്ചറിവിലൂടെയാണ് എനിക്കിത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. Step 11 is the culmination of all other steps. We have taken all the other steps to lead us to this step. Step 1 had to be taken so we could take step 2 because we couldn't see the solution until we understood the problem. 11ാം പടി ഇതെല്ലാത്തിന്റെയും കൂട്ടായിട്ടുള്ള ഒരു പടിയാണ്. അതായത് എല്ലാ പടികളുടെയും ഒരു കൂട്ടായിട്ടുള്ള ഒരു തത്വമാണ് 11ാം പടിയിൽ. എന്താണ്? വി ഹാവ് ടേക്കൺ ഓൾ ദി അതർ സ്റ്റെപ്സ് ടു ലീഡ് us to these steps. മറ്റുള്ള പടികളെല്ലാം നമ്മൾ എടുത്ത് പ്രയോഗിച്ചത് ഈ പടിയിൽ എത്താൻ വേണ്ടിയിട്ടാണ്. 1ാം പടി ഹാഡ് ടു ബി ടേക്കൺ സോ വി കുഡ് ടേക്ക് സ്റ്റെപ്പ്. 1ാം പടി എടുത്താൽ മാത്രമേ 2ാം പടി നമുക്ക് 2ാം പടിയിലേക്ക് ചെല്ലാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ 2ാം പടി എടുക്കാൻ പറ്റും. 1ാം പടി മദ്യത്തിന്റെ മുന്നിൽ ഞാൻ ശക്തി എന്നാണ് എന്റെ ജീവിതം അനിയന്ത്രിതമായിട്ട്. എന്റെ ജീവിതവും ഇച്ഛയും ദൈവത്തിന്റെ സംരക്ഷണത്തിൽ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനിക്കണമെങ്കിൽ എനിക്ക് 1ാം പടി എടുത്തിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. ബിക്കോസ് വി കുഡിന്റ് സീ ദ സൊല്യൂഷൻ അൺടിൽ വി അണ്ടർസ്റ്റുഡ് ദ പ്രോബ്ലം. എന്താണ് എന്റെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാക്കാതെ, പ്രശ്നം ഉണ്ടെങ്കിലല്ലേ അതിനൊരു പ്രശ്ന പരിഹാരം ഞാൻ കാണേണ്ടതുള്ളൂ. അപ്പൊ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയാലാണ് പിന്നെ പരിഹാരത്തെ കുറിച്ച് ആലോചിക്കേണ്ടത്. അല്ലാതെ പരിഹാരത്തെ കുറിച്ച് ആലോചിക്കേണ്ടതില്ല. These two steps gave us what we needed to make a decision. അതാണ് 3ാം പടി. 3ാം പടിയിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. അതായത് ആദ്യം പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി, ഒരു സൊല്യൂഷൻ ഉണ്ട്, അതിനുള്ളൊരു സൊല്യൂഷൻ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനുള്ള ഒരു തീരുമാനം എനിക്ക് എടുക്കാനുള്ള ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്. ദ ഡിസിഷൻ വാസ് സ്റ്റെപ്പ് 3. അതാണ് 3ാം പടി. ടു ടേൺ അവർ വിൽ ആൻഡ് അവർ ലൈഫ്സ് ഓവർ ടു ദി കെയർ ഓഫ് ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണത്തിൽ എന്റെ ഇച്ഛയും ജീവിതവും വിട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ആ തീരുമാനം എടുക്കാൻ എനിക്ക് ഈ 1ഉം 2ഉം പടികൾ എടുക്കേണ്ടി വന്നു. ദ ഡിസിഷൻ വാസ് an important turning point. അവിടെയാണ് ആ തീരുമാനം എടുത്തപ്പോഴാണ്, അപ്പോഴും ഒരു എന്തെങ്കിലും അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മുൻകൂട്ടി കാണാൻ സാധിച്ചിട്ടോ ഒന്നും ആണെന്നൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ ഈ തീരുമാനം എടുക്കാൻ സാധിച്ചു. തീരുമാനം എടുത്തപ്പോഴാണ് അത്ഭുതങ്ങൾ, നമ്മളെല്ലാവരും പറയാറുള്ള അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. നെക്സ്റ്റ് വി ഹാഡ് ടു ക്യാരി ഔട്ട് ദി ഡിസിഷൻ. അപ്പൊ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് പ്രായോഗത്തിൽ കൊണ്ടുവരണം. അപ്പൊ ഇത്ര വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പരിപാടിയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് തന്നെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ മുദ്രാവാക്യം വിളിയോ അല്ലെങ്കിൽ വേറെ ചില നടപടികളൊക്കെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന, അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണത്. അതിനെയും പ്രോഗ്രാം എന്ന് വിളിക്കും, ഇതിനെയും പ്രോഗ്രാം എന്ന് വിളിക്കും. പക്ഷെ ഇതൊരു നടപ്പിലാക്കപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ് അടുത്തത്? നമ്മൾ എടുത്ത തീരുമാനത്തിനെ നടപ്പിലാക്കണം. അത് നടപ്പിലാക്കി. There were certain things that blocked us from God. അത് നടപ്പിലാക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താണ്? ദൈവം നമ്മളും തമ്മിലുള്ള ബന്ധത്തിനെ തടയിടുന്ന ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. And we could not get on with turning our will and our lives over to the care of God until we removed those things that are blocking us. ഈ നമ്മളെ തടസ്സം ചെയ്യുന്ന ചില കാര്യങ്ങളെ മാറ്റി നിർത്താതെ നമുക്ക് ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധം പുലർത്താൻ സാധിച്ചില്ല. We could not get on with turning our will on. അപ്പൊ വെറുതെ എന്റെ ഇച്ഛയും ജീവിതവും ദൈവത്തിന്റെ അടുത്ത് വിട്ടുകൊടുത്തുകൊണ്ട് ഈ ബ്ലോക്ക് ചെയ്യുന്ന സംഭവങ്ങളെ മാറ്റി നിർത്താൻ എനിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അവിടെ സാരാംശം.
until we removed those things that were blocking us. Therefore, we took steps, action steps. അപ്പോഴാണ് നടപ്പിലാക്കുന്ന, അതായത് ആക്ഷൻ ഉള്ള സ്റ്റെപ്സ് എടുത്തത്. അതാണ് 4, 5, 6, 7, 8, 9 പിന്നെ 10-ാം പടി, which is a continuation of steps 4 and 9. As a result of the actions of steps 4 to 10, we removed the things that were blocking us from God. ഈ 4 മുതൽ 10 പടി വരെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പ്രായോഗികമാക്കിയപ്പോഴാണ് നമുക്ക് ഈ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് തടസ്സം ഉണ്ടാക്കുന്ന കാര്യങ്ങളെ നമുക്ക് മാറ്റി നിർത്താൻ സാധിച്ചു. Now we can carry on the decision we made in step 3. ഇപ്പൊ അപ്പോഴാണ് 3-ാം പടിയിൽ എടുത്ത തീരുമാനം, ഏത് എന്റെ ജീവിതവും എന്റെ ഇച്ഛയും ജീവിതവും ദൈവത്തിന്റെ അടുത്ത് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ള തീരുമാനം നമുക്ക് ഈ തീരുമാനം നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചു. Now we can carry out the decision. ആ തീരുമാനം നടപ്പിലാക്കുക, അതാണ് ഉണ്ടായത്. Through prayer and meditation we can receive God's will for us and the power to carry out. പ്രാർത്ഥന, ധ്യാനം എന്നിവയിൽ കൂടി നമുക്ക് ദൈവത്തിന്റെ ഇച്ഛ, നമുക്കുള്ള ഇച്ഛ എന്താണെന്നുള്ളത് നമുക്ക് കിട്ടും. ആൻഡ് അതിനെ നടപ്പിലാക്കാനുള്ള ശക്തി നമുക്ക് കിട്ടും എന്നുള്ളതാണ്. If we can do that, we will have carried out the decision that we made in step 3. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ 3-ാം പടിയിൽ എടുത്ത തീരുമാനം നമ്മൾ നടപ്പിലാക്കും എന്നുള്ളത് തന്നെയാണ്. Steps 3 and 11 are the pillars of steps. നടപ്പിലാവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് 3-ാം പടിയും 11-ാം പടിയും ഒരു നടും തൂണുകൾ പോലെയാണ്. എല്ലാ പടികളുടെയും നടും തൂണുകൾ. We could say that the steps have 2 crucial points. ഈ പടികൾക്ക് 2 വളരെ പ്രധാനമായിട്ടുള്ള 2 പോയിന്റ്സുകളുണ്ട്. The turning over of our will in step 3. 3-ാം പടിയിലെ എന്റെ ഇച്ഛയെ ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന ആ ഒരു പോയിന്റും, and receiving of God's will in step 11. 11-ാം പടിയിൽ ദൈവ ഇച്ഛ എന്താണെന്ന് മനസ്സിലായി. എനിക്ക് വേണ്ടിയിട്ടുള്ള ഇച്ഛ ഞാൻ മനസ്സിലാക്കുന്ന, ദൈവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ആ ഒരു പോയിന്റുമാണ്, അത് കിട്ടുന്ന ഒരു കാര്യമാണ്. ഈ 2 കാര്യമാണ് നടുന്തൂണുകളായിട്ട് പറയുന്നത്. This amounts to changing the direction of human life. ഇതാണ് ഈ നമ്മളെല്ലാവരും ഈ പറയുന്ന ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാവുന്ന ഓൾട്ടേർഡ് ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പഴമക്കാർ പറയാറുണ്ട്. അപ്പൊ ഇതാണ് ഈ നമ്മളുടെ ഈ മദ്യാസക്തന്റെ ഒരു ജീവിതത്തെ മാറ്റിമറിക്കുന്ന, അല്ലെങ്കിൽ ആ ദിശയിലുണ്ടാവുന്ന മാറ്റം അത് സംഭവിക്കുന്നത് ഇവിടെയാണ്. This is not to say the direction can be changed by these 2 steps alone, because the others are necessary before we can complete these 2. അതാണ് ഒന്നിനോടൊന്ന് വളരെ ക്ലോസ്ലി നിറ്റഡ് എന്ന് പറയാം. അതായത് ഒന്നിനോടൊന്ന് നെയ്ത് ചേർത്തതുപോലെയാണ്. ഇപ്പൊ ഈ 2 പടികള് പില്ലേഴ്സ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല എന്ത്, this is not to say the direction can be changed by these 2 steps alone. ഈ 2 പടികൾ, അതായത് 3-ാം പടിയും 11-ാം പടിയും കൊണ്ട് മാത്രം നമുക്ക് ഈ മാറിയ ജീവിതം, മാറിയ മനോഭാവം, അല്ലെങ്കിൽ ദിശ മാറിയ ഒരു ജീവിതം ഉണ്ടാവും എന്ന് പറയാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? ഈ 2 പടികൾ നമ്മൾ ചെയ്യണമെങ്കിൽ അതേഴ്സ് ആർ നെസസറി, ബാക്കിയുള്ള പടികൾ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ അത് പൂർണ്ണതയിലേക്ക്, ഈ 2ന്റെയും പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ. അത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം. അതായത് 3-ഉം 11-ഉം പടികളിലാണ് എന്ത് സംഭവിക്കുന്നത്? മാറ്റം, ജീവിതത്തിലൊരു മാറ്റം, ജീവിത സഞ്ചാരത്തിൽ ആ ഒരു ദിശയിലുള്ളൊരു മാറ്റം സംഭവിക്കുന്നു. അപ്പൊ 3-ഉം 11-ഉം പടികളും മാത്രം ചെയ്താൽ മതി ഇത് സംഭവിക്കും എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. ഇത് സംഭവിക്കണമെങ്കിൽ ബാക്കിയുള്ള പടികളെല്ലാം
പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടായാൽ മാത്രമേ ഈ 3 പടികളും പഠിക്കാം. അപ്പം മൊത്തത്തിൽ പറയുന്നത് എന്താണ്? എല്ലാ പടികളും ചെയ്യണം എന്നുള്ളത് തന്നെ. പക്ഷെ അത് എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് അത് പൂർണ്ണതയിൽ എത്തുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു സെന്റൻസ് ആണ് നമ്മളിപ്പോ വായിച്ചത്. വെൻ വി ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ലൈഫ്, വി ചേഞ്ച് ലൈഫ്. ജീവിതത്തിന്റെ ആ ഒരു ദിശ മാറുമ്പോൾ ജീവിതം തന്നെ മാറുകയാണ്. വളരെ സിമ്പിൾ. വി സെഡ് ഇൻ സ്റ്റെപ്പ് 3 വി വർ വില്ലിംഗ് ടു ടേൺ അവർ ഡയറക്ഷൻ ഓവർ ടു ഗോഡ്. 3-ാം പടിയിൽ അത് തന്നെയാണ് പറഞ്ഞത്. എന്റെ ഇച്ഛയും ജീവിതവും ദൈവത്തിനോട് വിട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. വി ഹാഡ് ഓൾവേസ് ബീൻ ദേർ ഈവൻ വെൻ വി വർ ബ്ലോക്ക്ഡ് ഫ്രം ഹിം. who had always. അപ്പൊ ഈ പറയുന്ന ദൈവം ഞാനിത് വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പും, അതായത് ഏതു സമയത്തും ദൈവം അവിടെയുണ്ട്. ദൈവം എന്ന് പറയുന്നത് സർവവ്യാപി എന്ന് പറയാം, അല്ലെങ്കിൽ ഏതു സമയത്തും ഉണ്ടാവുന്ന ഒരാളാണെന്ന് പറയാം. ആളല്ല, ഉണ്ടാവുന്ന ഒരു ശക്തിയാണ് ദൈവം. അപ്പോ who had always been there even when we were. അപ്പൊ നമ്മളെ തടഞ്ഞു നിർത്തിയ ആ ഒരു സമയത്ത് പോലും, നമ്മളെ ദൈവത്തിന്റെ ബന്ധത്തെ തടഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു അവസ്ഥയിൽ പോലും ദൈവം അവിടെ ഉണ്ടായിരുന്നു. എന്താണ് പറ്റിയത്? നമ്മളിൽ നിന്നും തടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. Our lives will have become different as a result of this process. Anyone who can begin to use step 11 effectively has a spiritual awakening. അപ്പൊ അതാണ് ഈ ജീവിതം. അവർ ലൈവ്സ് വിൽ ഹാവ് ബിക്കം ഡിഫറെന്റ്. മാറിയ ജീവിതം, മാറിയ മനോഭാവം. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് പ്രോസസ്, ഈ ഒരു പ്രക്രിയ കൊണ്ട് ജീവിതം മാറിയ ഒരു അവസ്ഥ. എനിവൺ ഹു ക്യാൻ ബിഗിൻ ടു യൂസ് സ്റ്റെപ്പ് 11 ഇഫക്റ്റീവ്ലി, 11-ാം പടി വളരെ പ്രായോഗികമായി പ്രയോഗിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരു ആത്മീയ ഉണർവ് ഉണ്ടാവും. He or she has tapped the unsuspected inner resource of strength. Unsuspected, ഒരിക്കലും ഒരു സംശയവും ഇല്ലാത്ത ഒരു ഉൾഭാഗത്തുള്ള ഒരു സ്രോതസ്, ഒരു ശക്തിയുടെ സ്രോതസ്. അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും. അത് ബിഗ് ബുക്കിൽ പറയുന്നു എന്നാണ് പറയുന്നത്. ബിഗ് ബുക്ക് പേജ് നമ്പർ 569 to 570. This shows the steps have worked for this person. ഇത് എന്താണ്? ഇതിന്റെ ഒരു പുറത്ത് കാണാവുന്ന അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ആവുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാല്, ഈ പടികൾ ഈ മനുഷ്യനിൽ പ്രവർത്തിച്ചു തുടങ്ങി, അല്ലെങ്കിൽ പ്രവർത്തിച്ചിരിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പുറത്ത് കാണും എന്നുള്ളതാണ്. ആഫ്റ്റർ ദാറ്റ് വിൽ കം ദ 12th ആൻഡ് ദ ഫൈനൽ സ്റ്റെപ്പ്. അതിനുശേഷമാണ് 12-ാം പടി. അതാണ് 12-ാമത്തെ പടി, അവസാനത്തെ പടി. വിച്ച് ടെൽസ് us to take the message to other people. അത് 12-ാം പടി. നമുക്ക് കിട്ടിയത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ഒരു സന്ദേശം ആയിട്ട് പറയേണ്ട കാര്യമാണ് 12-ാം പടിയിൽ നമ്മൾ ചെയ്യുന്നത്. സ്റ്റെപ്പ് 11 takes a lot of work. 11-ാം പടി ഒരുപാട് ജോലി നമ്മൾക്ക് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഇറ്റ് ടേക്സ് ദ വർക്ക് ഓഫ് ദ ഫസ്റ്റ് 10 steps. ആദ്യത്തെ പടി, 10 പടികളുടെ പണിയെടുക്കണം. ആൻഡ് ദെൻ ഇറ്റ് ടേക്സ് കണ്ടിന്യൂസ് പ്രാക്ടീസ്. തുടർച്ചയായിട്ടുള്ള ഒരു സാധകം, അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഒരു പ്രാക്ടീസ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഇത് വളരെ ദൈർഘ്യമായിട്ടുള്ള ഒരു കാലശേഷിയിൽ അത് ചെയ്യേണ്ടതായിരുന്നു. അതാണ് 2-ാമത്തെ പടി. There have been lots and lots of books written over the years by spiritual scholars about the subjects of prayer and meditation. എത്രയോ ആളുകൾ പ്രാർത്ഥന, ധ്യാനം എന്നതിന് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. But much of this writing has been over the heads of the people who really needed it. ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് എഴുതിയത്, അല്ലാതെ വെറുതെ ഇങ്ങനെ എഴുതിയതല്ല. I love the way Bill W. has packed such a simple and complete programs for spiritual living into a few words. ഈ പുസ്തകം എഴുതിയ ജോ പറയുന്നത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി.
ബിൽ ഡബ്ല്യു എങ്ങനെ അതിനെ വളരെ ലളിതമായും അതൊരു മൊത്തത്തിലുള്ളൊരു പരിപാടിയായും ഒരു ആത്മീയ ജീവിതത്തിന് വേണ്ടിയിട്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ 86 പേജുകളിൽ പിന്നെ 88 കുറച്ചും ബിഗ് ബുക്കിൽ എഴുതി വെച്ച ആ കാര്യം ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ബിൽ ഡസ് ദിസ് സോ മാസ്റ്റർഫുള്ളി ഇൻ ദീസ് പേജസ് that I think surely he was guided in doing it. വളരെ നിപുണതയോട് കൂടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ അതിനൊരു ഒരു സഹായം കിട്ടിയിട്ടുണ്ടാവണം എന്ന് തന്നെയാണ്. He didn't have a great spiritual background at this time. ആ സമയത്ത് അദ്ദേഹത്തിന് വലിയ ആത്മീയ ഇതൊന്നും ഉണർവൊന്നും ഉണ്ടായിരുന്നില്ല. He had just been sober a few years himself. കുറച്ചു കാലം മാത്രം മദ്യപാനത്തിൽ നിന്ന് മാറി നിന്ന് സോബറായിട്ടുണ്ടായിരുന്ന ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതിയത് എന്നുള്ളതായിരുന്നു. ആൻഡ് വാസ് സ്ട്രഗ്ലിംഗ് വിത്ത് ഹിസ് ഓൺ സ്പിരിച്വൽ. അദ്ദേഹത്തിന്റെ തന്നെ ആത്മീയ ജീവിതമായിട്ട് വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. When Bill begins his discussion on the top of page 86, he says, അപ്പൊ ബിൽ ഡബ്ല്യു 86ാമത്തെ പേജ്, ഈ പറഞ്ഞ 86, 87, 88 3 പേജുകളാണ് വായിക്കാൻ പറയുന്നത്. ബിഗ് ബുക്കിൽ നമ്മളെല്ലാവരും വായിച്ചു നോക്കാം. അതിൽ 86ാം പേജിൽ തുടങ്ങുമ്പോൾ പറയുന്നത്, ഇറ്റ് വുഡ് ബി ഈസി ടു ബി വേഗ് അബൌട്ട് ദിസ് മാറ്റർ. എളുപ്പമാണ്, എന്താണ് ഒരു വേഗായിട്ട് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഈ കാര്യത്തെ കുറിച്ച് പറയാൻ വളരെ എളുപ്പമാണ്. ഇറ്റ് വുഡ് ബി ഈസി ടു ബി വേഗ്. അതാണ്, അത് എളുപ്പമാണ്. ക്ലാരിറ്റി ഇല്ലാതെ പോകുന്ന ഒരവസ്ഥയ്ക്ക് എളുപ്പമായിട്ട് നമുക്ക് പറ്റും. It seems obvious to me he means that he wishes he could escape this responsibility of writing something about prayer and meditation for a group of people who he knows are spiritually bankrupt. അപ്പൊ അദ്ദേഹം തന്നെ ഈ നമ്മുടെ ഈ പുസ്തകത്തിന്റെ ഓഥർ പറയാണ്, ഇറ്റ് സീംസ് ഓബ്വിയസ് ടു മീ he means that he wishes he could escape. ഒരു ചാൻസ് കിട്ടിയതാണെങ്കിൽ ഇതിൽ നിന്ന് ഒഴിവാവാൻ വേണ്ടിയിട്ട്, ഈ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാവാൻ വേണ്ടിയിട്ട് ബിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. ഓഫ് റൈറ്റിംഗ് സംതിങ് അബൌട്ട് എന്തുകൊണ്ടെന്ന് വെച്ചാല് എന്തെന്ന് ഒഴിവാവണം? ഈ പ്രാർത്ഥനാ ധ്യാനത്തെ കുറിച്ച് എഴുതുന്നതിൽ നിന്നും രക്ഷപ്പെടണം എന്നായിരുന്നു ആഗ്രഹിച്ചു പോയിട്ടുണ്ടാവുന്നതാണ് പറയുന്നത്. ഇത് എഴുതുന്നത് ഒരു പറ്റം ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അവര് എന്താണെന്ന് ഇദ്ദേഹത്തിന് അറിയാം. അവര് ആത്മീയമായിട്ട് ഒളിഞ്ഞ അവസ്ഥയിലാണ്, ബാങ്കറപ്റ്റ് അവസ്ഥയിൽ. അവർക്ക് വേണ്ടിയിട്ട് ഇത് എഴുതണം, ആ ഉത്തരവാദിത്തത്തിൽ നിന്നും രക്ഷപ്പെട്ടാലോ എന്ന് ബിൽ ഡബ്ല്യു തന്നെ ആലോചിച്ചിട്ടുണ്ടാവും എന്നാണ് ഈ ഓഥർ പറയുന്നത്. അറ്റ് ദിസ് പോയിന്റ് ഹി ഡിഡ്ന്റ് നോ എ ലോട്ട് അബൌട്ട് സ്പിരിച്വാലിറ്റി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് തന്നെ അറിഞ്ഞിരുന്നില്ല ആത്മീയതയെ കുറിച്ച്. അദ്ദേഹത്തിന് തന്നെ ചുരുങ്ങിയ ആ സോബർ ടൈം കാലയളവിൽ അദ്ദേഹത്തിന് അറിഞ്ഞിരുന്നില്ല. ദിസ് ഈസ് പ്രോബബ്ലി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മിറാക്കിൾസ് ഓഫ് ദ ബിഗ് ബുക്ക്. അവിടെയാണ് ഒരു മിറാക്കിൾ അല്ലെങ്കിൽ ഒരു അത്ഭുതം ബിഗ് ബുക്കിനെ കുറിച്ച് പറയുമ്പോൾ സംഭവിച്ചു എന്നാണ് ഓഥർ പറയുന്നത്. ദിസ് ഈസ് പ്രോബബ്ലി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മിറാക്കിൾസ് ഓഫ് ബിഗ് ബുക്ക്. The fact that Bill W. was not an expert in the field of prayer and meditation was probably a blessing. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ പോരായ്മ തന്നെയാണ് ഒരു പോസിറ്റീവായിട്ട് ഒരു ദൈവാധീനമായിട്ട് മാറിയത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബിൽ ഡബ്ല്യുവിന് ഇത്രയും വളരെ ശക്തമായിട്ട് ആ പുസ്തകം എഴുതാൻ സാധിച്ചു. യു ഹാഡ് ടു കീപ് ഇറ്റ് സിമ്പിൾ. എന്തുകൊണ്ടെന്ന് വെച്ചാല് അത് അത്രയും ലളിതമാക്കാൻ അയാൾ നിർബന്ധിതനായി. ആൻഡ് ഹി ഡിഡ് ഇറ്റ്. അത് അദ്ദേഹം ചെയ്യുകയും ചെയ്തു. അത് വളരെ ശരിയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും ഈ ബിഗ് ബുക്ക് വായിച്ചും അത് നമ്മളിൽ പ്രവർത്തിച്ച് നമുക്ക് സോബറായിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തുകൊണ്ട്. അപ്പോ ബിൽ ഡബ്ല്യു തന്നെ വല്ലാതെ കഷ്ടപ്പെട്ട്, അദ്ദേഹം സ്പിരിച്വാലിറ്റിയെ കുറിച്ച് അദ്ദേഹത്തിന് തന്നെ അറിയില്ല, ആത്മീയതയെ കുറിച്ച് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. പക്ഷെ ആത്മീയതയെ കുറിച്ച് എഴുതേണ്ടതായിട്ടുള്ള ഒരു നിർബന്ധം പോലെ അയാൾക്ക് വന്നു എന്നാണ് അവിടെ പറയുന്നത്. ഈ പുസ്തകം എഴുതണമെങ്കിൽ അത് എഴുതി തന്നെയാണ്. പക്ഷെ അദ്ദേഹം അത് എങ്ങനെയെങ്കിലും ആ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി നിൽക്കാനായിട്ട് ആഗ്രഹിച്ചു എങ്കിൽ പോലും
അദ്ദേഹം എഴുതി. അപ്പോ അപ്പോഴാണ് മനസ്സിലായത് ഈ പോരായ്മ തന്നെയാണ് അദ്ദേഹത്തിന് ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എന്നുള്ള രീതിയിൽ, ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ തന്നെയാണ് അദ്ദേഹത്തിന് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിട്ട് മാറി അദ്ദേഹത്തിന് ആ പുസ്തകം എഴുതാൻ സാധിച്ചത്. സിൻസ് ബിൽ ഡബ്ല്യു didn't have the capacity to write like a great expert in spiritual things, he laid out a beautiful and simple daily exercise. വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ, വളരെ ലളിതമായിട്ടുള്ള ദൈനംദിനമായിട്ടുള്ള ഒരു പരിപാടിയാണ് അദ്ദേഹം എഴുതിയത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം എക്സ്പെർട്ട് അല്ല എന്നുള്ളത്. വലിയ വലിയ എഴുത്തുകാരെ പോലെ ഞാൻ എക്സ്പെർട്ട് അല്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാം. ദിസ് സ്പിരിച്വൽ കിൻഡർഗാർട്ടൻ can take anyone from wherever he is in his spiritual life and show him how to develop a life of prayer and meditation. അപ്പൊ ഈ ഒരു വളരെ എന്താ പറയാ, കിൻഡർഗാർട്ടൻ, അതായത് വളരെ LKG UKG ആ തലത്തിൽ നിന്നും ഒരാളെ ഇത് ആത്മീയ ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അത് ചെയ്യുമ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് ഒരു പ്രാർത്ഥന, ധ്യാനം എന്നിവയുടെ ഒരു ജീവിതത്തിന്റെ വളർച്ചയെ കാണാൻ സാധിക്കും. Bill calls his daily exercise some definite and valuable suggestions. ബിൽ ഡബ്ല്യു ഇതിനെ വിളിക്കുന്നത് ചില വളരെ വിലപ്പെട്ടതും തീർച്ചയായിട്ടും ചെയ്യേണ്ട ചില നിർദ്ദേശങ്ങളായിട്ടാണ് ഇതിനെ പറയുന്നത്. He writes on meditation first and then comes back to prayer. ആദ്യം ധ്യാനത്തിലെ കുറിച്ചാണ് അദ്ദേഹം എഴുതുന്നത്, പിന്നെ പ്രാർത്ഥനയിലേക്ക് വരുന്നു. I call these the 4 pillars of prayer and meditation. ഇനി പറയാൻ പോകുന്ന 4 കാര്യങ്ങൾ, 4 നടുംതൂണുകളാണ് പ്രാർത്ഥനാ ധ്യാനത്തിന്റെ എന്തൊക്കെയാണ്? 1 നൈറ്റ്, 2 മോർണിംഗ്, 3 ഇൻഡിസിഷൻ, 4 പ്രയർ. ഈ 4 കാര്യങ്ങളാണ്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദീസ് വാല്യുബിൾ സജഷൻസ് ഇൻ ഓർഡർ Bill laid them out. PM, രാത്രി. നൈറ്റ് റിലേറ്റ്സ് ടു വാട്ട് വി ഡു അറ്റ് നൈറ്റ്. അപ്പൊ ഈ 4 കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇത് വളരെ നിർബന്ധമായിട്ടും വളരെ വിലപ്പെട്ടതുമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളാണ് ഈ 4 കാര്യങ്ങൾ. അതിൽ മെഡിറ്റേഷൻ ആദ്യം വെച്ചു, പിന്നെ പ്രാർത്ഥനയും വെച്ചു. ഈ 4 നെടുന്തൂണുകളാണ്. അത് പ്രാർത്ഥനാ ധ്യാനത്തിന്റെ നെടുന്തൂണുകളാണ്. അതെന്താണ്? 1 രാത്രി, 1 രാവിലെ, പിന്നെ നമ്മൾ ഒരു തീരുമാനിക്കാൻ പറ്റാത്തൊരവസ്ഥ, പിന്നെ പ്രാർത്ഥന. ഈ 4 കാര്യങ്ങളാണ്. അപ്പോ നൈറ്റ് റിലേറ്റ്സ് ടു വാട്ട് വി ഡു അറ്റ് നൈറ്റ്. രാത്രി എന്ന് പറയുന്നത് നമ്മൾ രാത്രി ചെയ്യുന്ന കാര്യം. ഇറ്റ് ഈസ് എ നൈറ്റ്ലി റിവ്യൂ. അപ്പൊ രാത്രിയിൽ നടക്കുന്ന ഒരു റിവ്യൂ ആണ്, ഒരു തിരിഞ്ഞുനോട്ടം. I think every person who is trying to develop a spiritual life should stop at night for his nightly review. ഏതൊരു മനുഷ്യനും ഒരു ആത്മീയ ജീവിതത്തിലേക്ക്, അതിന്റെ വളർച്ചയിലേക്ക് പോവുകയാണെങ്കിൽ രാത്രിയാണ് നമ്മൾ റിവ്യൂ, അതായത് ഒരു തിരിഞ്ഞു നോട്ടം, അതിലേക്ക് പോകണം. One effective thing about a nightly review is that it gives evidence of what we had on hand. എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് രാത്രി അറിയും. അതുകൊണ്ട് തന്നെയാണ് we have fresh in our minds what has happened, what has taken place in that day. അന്ന് ആ രാത്രി, ആ പകലിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്, നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമാണ്. അവർ ഫ്യൂച്ചർ ഈസ് അൺനോൺ. മുമ്പോട്ട് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ബട്ട് വി ഹാവ് കറന്റ് എവിഡൻസ് ഓഫ് വാട്ട് ഹാപ്പൻ. സംഭവിച്ചത് നമ്മുടെ കയ്യിൽ ഉണ്ട്, പക്ഷെ സംഭവിക്കാൻ പോണത് എന്താണെന്ന് നമുക്ക് അറിയൂല. ആസ് വി ഹവ് സെഡ്, അവർ തിങ്കിങ് ഈസ് അവർ ലൈഫ്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തോന്നുന്നത്, മാനസികമായിട്ട് തോന്നുന്നത് തന്നെയാണ് നമ്മുടെ ജീവിതം. ആസ് വി ക്യാൻ ലുക്ക് അറ്റ് ടുഡേ ആൻഡ് സീ വാട്ട് ദ റിസൾട്ട്സ് ഓഫ് അവർ തിങ്കിങ് വി ഹാവ് ബീൻ ഫോർ ടുഡേ. അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ
ഞാൻ ആലോചിക്കുന്നത്, ഞാൻ തിങ്ക് ചെയ്യുന്നത് തന്നെയാണ് എന്റെ ജീവിതം. അപ്പൊ ആൻഡ് വി ക്യാൻ ലുക്ക് അറ്റ് ടുഡേ. അപ്പൊ ഇന്നത്തെ കാര്യം നമുക്ക് നോക്കാൻ പറ്റും. ആൻഡ് ഇന്ന് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എന്റെ ഈ ചിന്തയിലൂടെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ആസ് വി ഡു ദിസ് എവറി ഡേ വി ക്യാൻ സീ തിങ്സ് വി നീഡ് ടു ചേഞ്ച്. അങ്ങനെ തുടർച്ചയായി ദൈനംദിനമായിട്ട് ചെയ്യുമ്പോൾ മാറ്റേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. We can see each day that we have, and we will always have, two forces in our lives. അപ്പൊ അങ്ങനെ വരുമ്പോ എല്ലാ ദിവസവും എന്റെ കയ്യിലുള്ളത് എന്താണ്, ആൻഡ് വിൽ ഓൾവേസ്, എന്റെ കയ്യിൽ ഇരിക്കുന്നതും എന്താണ്, എല്ലാ സമയത്തും ഉള്ളത് എന്താണ് എന്നത്, ഈ രണ്ട് ശക്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കാണുമ്പോഴാണ് എന്താണത്, അത് സെൽഫ് വിൽ ആൻഡ് ഗോഡ്സ്. ഈ രണ്ട് കാര്യമാണ്. ഒന്ന് എന്റെ സ്വന്തം ഇച്ഛയും ദൈവത്തിന്റെ ഇച്ഛയും. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈച്ച് നൈറ്റ് വി ക്യാൻ ചെക്ക് ടു സീ ഹൗ ഗോഡ്സ് ഡയറക്ഷൻ ഈസ് ഗ്രോയിങ് ഇൻ അവർ ലൈഫ്സ്. എല്ലാ ദിവസവും രാത്രി ദൈവത്തിന്റെ ഇച്ഛ എങ്ങനെയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു മാർഗം നമ്മളിൽ വളരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. Some days we will find that self-will has caused us problems. അതാണ് സ്വന്തം ഇച്ഛ, സെൽഫ് വിൽ റൺ റൈറ്റ്സ്, ബിഗ് ബുക്കിലുള്ള വാക്കാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള പറയും. അപ്പൊ അങ്ങനെ അബദ്ധങ്ങൾ പറ്റിയത്, അങ്ങനെ നമ്മളെ എവിടെയൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ടിൽ ചെന്ന് പെടേണ്ടി വന്നത്. Some days we will find that self-will has caused us problems. നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. And some days we will see that God's will has been working in our lives. ചില ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തിന്റെ ഇച്ഛ നമ്മളിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് തിരിച്ചറിയാനും സാധിക്കും. വളരെ എളുപ്പമായിട്ടാണ് അത് അറിയാൻ പറ്റുക എന്നുള്ളത് തന്നെ. നമ്മളിപ്പോ ഒരു കാര്യം വിചാരിച്ചു, അത് നടന്നില്ല. അത് നടക്കാതിരുന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും നല്ലൊരു അവസ്ഥ, അല്ലെങ്കിൽ അതൊരു നല്ലതിലേക്ക് നയിക്കുന്ന നമ്മൾക്കത് പറ്റാത്തത് കൊണ്ട് നമുക്ക് അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഗുണകരമായിട്ടുള്ള ഒരു സംഭവം സംഭവിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക അത് ദൈവത്തിന്റെ ഇച്ഛയായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ പറയാം, ഞാൻ അതുകൊണ്ട് സമയം എടുക്കുന്നില്ല. God's will has been working in our lives. No day are we ever going to be perfect. ഒരു ദിവസവും, വളരെ ശരിയാണ്, ഒരു ദിവസവും നമ്മൾക്ക് പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല. And no day we are going to be completely on one side or the other. ഒരു ദിവസത്തിലും നമുക്ക് പെർഫെക്റ്റ് ആവാനൊന്നും പറ്റില്ല. അതേപോലെ ഒരു ദിവസത്തിലും പരിപൂർണമായിട്ട് ദൈവത്തിന്റെ ഇച്ഛയിലോ അല്ലെങ്കിൽ നമ്മുടെ ഇച്ഛയിലോ അങ്ങനെ പറ്റുമൊന്നുമില്ല. If we neglect to do this little nightly review, അപ്പൊ ഈ രാത്രി പുനഃപരിശോധന ചെയ്യുന്ന അവസ്ഥയെ നമ്മൾ ചെയ്യാതിരുന്നാൽ സംഭവിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. We are not going to know where we are. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ അറിയാതെ ഈ റിവ്യൂ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാവുന്നു. അപ്പൊ അങ്ങനെ അത് മനസ്സിലാവുമ്പോൾ the chances are we are going to forget where we came from and where we are going. അപ്പൊ നമ്മൾ എവിടുന്ന് വന്നു, എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതും മറക്കാൻ സാധ്യതയുണ്ട്. അതാണ്, if we neglect to do this little nightly review, we are not going to know where we are, and the chances are we are going to forget where we come from and where we are going. അപ്പൊ അത് ചെയ്യാതിരുന്നാൽ നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ മറക്കാനും സാധ്യതയുണ്ട്. എവിടുന്ന് വന്നു, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നത് മറക്കാനും സാധ്യതയുണ്ട്. These three things are very important in the business of living. These three things, മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് ജീവിതം എന്നുള്ള ഒരു കച്ചവടത്തിൽ. എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. നോയിങ് വേർ വി കം ഫ്രം, നമ്മൾ എവിടുന്ന് വന്നു. നോയിങ് വേർ വി ആർ നൗ, നമ്മൾ ഇപ്പോൾ എവിടെയാ ഉള്ളത് എന്നുള്ളത്. ആൻഡ് നോയിങ് വേർ വി ആർ ഗോയിങ്, നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്നും.
എവിടുന്ന് വന്നു, ഇപ്പോഴെവിടെയുണ്ട്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. The nightly review allows us to keep up with these on a daily basis. അപ്പൊ രാത്രി നടത്തുന്ന ഈ ഒരു റിവ്യൂ അല്ലെങ്കിൽ രാത്രി നടത്തുന്ന ഒരു പുനഃപരിശോധന ഈ 3 വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നാണ് പറയുന്നത്. If we do the nightly review and do it honestly, we will see things we need to work. അത് നമ്മൾ വളരെ ആത്മാർത്ഥതയോടുകൂടിയും സത്യസന്ധമായിട്ടും ചെയ്യുമ്പോഴാണ് നമ്മൾ എവിടെയൊക്കെയാണ് പണിയെടുക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. We know we are never going to be perfect. നമുക്കറിയാം നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് അല്ല എന്ന് നമുക്കറിയാം. ബട്ട് we will continue to make progress. നമ്മൾ പുരോഗതി നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. And stay on the road we want to be on. ആ പുരോഗതി ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. നമ്മൾ വളരും. നമ്മൾ പെർഫെക്റ്റ് ആവുന്നില്ലെങ്കിലും നമ്മൾ വളരും. വളർന്നുകൊണ്ട് തന്നെ ആ വളരുന്ന പാതയിൽ തന്നെ ഉണ്ടാവാൻ നമ്മളുടെ ആഗ്രഹം നമ്മൾ വളർത്തും. Practicing this one valuable suggestion alone would change our lives completely. ഈ ഒരു വളരെ വിലപിടിച്ച ഒരു നിർദ്ദേശം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമ്മള് ജീവിതം മാറ്റിമറിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. വുഡ് ചേഞ്ച് അവർ ലൈഫ്സ് കംപ്ലീറ്റ്ലി, മാറ്റിമറിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ബട്ട് വി വാണ്ട് ടു ലുക്ക് അറ്റ് ഓൾ 4 സജഷൻസ് പുട്ട് ടുഗദർ ഇൻ ടു എ ഡേ. അപ്പൊ ഇത് മാത്രമല്ല, ബാക്കിയുള്ള സജഷൻസ്, അതായത് ഇപ്പൊ നമ്മൾ ആദ്യത്തെ രാത്രിയുടെ കാര്യമാണ് നമ്മൾ വായിച്ചത്, ബാക്കിയുള്ള സജഷൻസും നമ്മൾ നോക്കണം. ഇത് മാത്രമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഇവിടെ വെച്ച് ഇന്ന് നിർത്താം. സമയവും ആയിക്കൊണ്ടിരിക്കുന്നു. ഓവർ ടു മോഡറേറ്റർ. ഓക്കെ, താങ്ക് യു സുന്ദര, താങ്ക് യു വെരി മച്ച്. നമുക്ക് സമയമുണ്ട് 8 മിനിറ്റോടെ. നമുക്ക് സുന്ദരനോ വിജയമേഷക്കും നന്ദി പറയുന്നതിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ സാധിക്കുമെങ്കിലോ നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങളോ ഉണ്ടെങ്കിൽ 5 മിനിറ്റ് എടുത്ത് ഷെയർ ചെയ്യാവുന്നതാണ്. നമ്മൾ സാഹചര്യമുള്ളൊരു മുമ്പിട്ട് തരിക. ലക്ഷ്മൺ ജനറുള്ള നന്ദി പ്രത്യേകം അറിയിക്കുകയാണ്. BW ആത്മീയത എഴുതാൻ പറഞ്ഞപ്പോൾ ബുദ്ധിമുട്ടിയോണം തന്നെ ലക്ഷ്മൺ ചേട്ടനുള്ള അറിവുകൾ ഞങ്ങളിലേക്ക് പകർന്നു തരാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് അനായാസമായ ഭാഷയിലേക്ക് മാറ്റി ലക്ഷ്മൺ ചേട്ടൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഞങ്ങളിലേക്കൊക്കെ എത്തിക്കാൻ വളരെ നന്ദി അറിയിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ. താങ്ക് യു. എനിക്ക് ഞാൻ എന്തെങ്കിലും പറയാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ അത് എനിക്ക് നിങ്ങളിൽ എല്ലാവരിൽ നിന്നും കിട്ടിയത് തന്നെയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളിൽ നിന്നും കിട്ടിയത് മാത്രമാണ് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉള്ളത്. തീർച്ചയായിട്ടും അത് ഞങ്ങളിലേക്ക് എത്തിക്കാൻ അത് ലക്ഷ്മൺ ചേട്ടന്റെ അറിവിലുള്ള കാര്യം ഞങ്ങളുടെ ഭാഷയിലേക്ക് മാറ്റി പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. വളരെ അധികം നന്ദി. എന്തായാലും അടുത്ത് ആർക്കാണ് മുമ്പിട്ട് വന്ന് 2 വാക്ക് സംസാരിക്കാൻ സാധിക്കണേ? ഇതില് നാട്ടിലുള്ള ആളുകൾക്ക് സാധിക്കില്ല, വിദേശത്തുള്ള ആളുകൾക്ക് സാഹചര്യം ഉള്ളവര് ഹലോ, സംസാരിക്കും. നമസ്കാരം. ഹായ്, അരുണാണ്. അമിത മദ്യപാന രോഗിയാണ്. ദൈവസഹായത്താലും ആൽക്കഹോൾ അനോണിമസ് ഫെലോഷിപ്പിന്റെ ദൈവകൃപയാലും ആൽക്കഹോൾ അനോണിമസ് ഫെലോഷിപ്പിന്റെ സഹായത്താലും ഇന്നത്തെ ദിവസം മദ്യപിച്ചിട്ടില്ല. 1 വർഷവും 9 മാസം ആവുന്നു. ഹായ്, ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളൊക്കെ കേൾക്കാൻ പറ്റിയതില്. ഇതേപോലെ ഒരു മഹത്തായ ഫെലോഷിപ്പില് കൂടെ സഞ്ചരിക്കാനും ആഴ്ചക്കാവിൽ മദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നതും അത് എൻ്റെ ഒരു
എന്റെ മാത്രം കഴിവുകൊണ്ടല്ല, നിങ്ങളുടെ എല്ലാവരും ഇവിടെ ഒരു സഹായത്തിനും പ്രാർത്ഥനയിലാണ്. ഞാൻ വളരെ ടഫ് ടൈമിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ റൂംമേറ്റ്സിലെല്ലാം ചിലരെല്ലാം മദ്യപിച്ചു തുടങ്ങുന്നു. അപ്പോ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ പലപ്പോഴും ആൾക്കാരോട് ചോദിക്കും. ഞാൻ ഫിസിക്കൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് പഴയ കാല ജീവിതത്തെ അറിയാം. മദ്യത്തിൽ നിന്ന് വിജയൻ പറഞ്ഞ പോലെ അതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഫോളോ ചെയ്യും. സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഓൾമോസ്റ്റ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ നമ്മുടെ ലക്ഷ്മണൻ ചേട്ടന്റെ ഡോക്ടർ സ്റ്റോക്ക് കേൾക്കുന്നത്. അപ്പൊ ഒരുപാട് സന്തോഷം ലക്ഷ്മൺ ചേട്ടാ. താങ്ക്സ് ഫോർ ലിസണിങ്. താങ്ക് യു അരുണെ, താങ്ക് യു വെരി മച്ച്. ആർക്കാണ് ഷെയർ ചെയ്യാൻ സാധിക്കുന്നത്, രണ്ടു വാക്ക് പറയാൻ സാധിക്കുന്നവർക്ക് മുമ്പിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും ലക്ഷ്മണൻ ചേട്ടനും അതോടൊപ്പം തന്നെ വിജയ മാസ്റ്ററുള്ള നന്ദി അറിയിക്കുകയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും ഗ്രൂപ്പിന്റെ പേരിലും. വീണ്ടും ഞങ്ങളെ കടന്നു വന്ന് സഹായിക്കുമെന്ന് വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരോടുള്ള നന്ദി സ്നേഹപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് വാഗ്ദാനങ്ങൾ വായിച്ച് മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. ആരൊക്കെയും വാഗ്ദാനങ്ങൾ വായിക്കാൻ സാധിക്കുമോ? നമ്മുടെ പുരോഗതിയിലെ ഘട്ടത്തിൽ നാം കഠിനാധ്വാനത്തിന് തയ്യാറാണെങ്കിൽ പകുതി വഴി ചെല്ലുന്നതിന് മുമ്പ് തന്നെ നാം അത്ഭുതപരതന്ത്രരാകും. ഒരു പുതിയ സ്വാതന്ത്ര്യവും സന്തോഷവും നാം അറിയാൻ പോവുകയാണ്. കഴിഞ്ഞ കാലത്തോട് നാം ഖേദിക്കോ അതിന് നേരെ വാതിൽ കൊട്ടിയടിക്കുകയോ ഇല്ല. പ്രശാന്തി എന്ന വാക്കിന്റെ അർത്ഥം നന്നായി ഗ്രഹിക്കുകയും സമാധാനം എന്ന് നാം അറിയുകയും ചെയ്യും. നാം എത്രമേൽ താഴേട്ട് പോയിട്ടുണ്ടെന്നുള്ള നമ്മുടെ ഒരു പ്രശ്നമല്ല, നമ്മുടെ അനുഭവങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താം എന്ന് നാം കാണുന്നു. ഒന്നിനും കൊള്ളാത്തവരാണ് നാം എന്ന ധാരണയും സ്വയം സഹതാപവും അപ്രത്യക്ഷമാകുന്നു. സ്വാർത്ഥ കാര്യങ്ങൾ നമ്മുടെ താല്പര്യം നഷ്ടപ്പെടുകയും നമ്മുടെ സൗകര്യമുള്ള സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഭാഗ്യാന്വേഷണപ്രദം നമ്മളിൽ നിന്ന് അകലും. ജീവിതത്തോട് നമ്മുടെ മനോഭാവവും കാഴ്ചപ്പാടും മാറും. ആളുകളെ കുറിച്ചും സാമ്പത്തിക സൃഷ്ടിത്തെ കുറിച്ചുമുള്ള ഭയം നമ്മെ ഇട്ടകലും. നമ്മെ അന്താളിപ്പിക്കുന്ന സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു ഉൾവിളി കൊണ്ടെന്ന പോലെ നാം അറിയുന്നു. ഞങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഇതൊക്കെ അവർ വരുന്ന വാഗ്ദാനങ്ങളാണോ അല്ലെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾക്കിടയിൽ അവർ സഫലമാക്കപ്പെടുന്നു. പലപ്പോഴും പെട്ടെന്ന് ചിലപ്പോൾ താമസമാണ്. നാം അതിനുവേണ്ടി ശ്രമിച്ചാൽ അവയെല്ലായ്പ്പോഴും സാധ്യമാവുന്നു. സുഹൃത്തുക്കൾ എല്ലാവരും ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്യുക. ആരെങ്കിലും ഒരാൾ മുമ്പിട്ട് വന്ന് പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കും. ദൈവമേ 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 മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുവാനുള്ള ശാന്തതയും മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാനുള്ള ധൈര്യവും ഇവയെ തമ്മിൽ വേർതിരിച്ചറിയുവാനുള്ള വിവേകവും നൽകണമേ. താങ്ക് യു ലക്ഷ്മൺ ചേട്ടൻ. താങ്ക് യു ബിൻ ചേട്ടൻ. താങ്ക് യു ബിൻ ചേട്ടാ.
ചേട്ടാ മീറ്റിംഗ് എന്ത് ചെയ്യാമോ?